വാക്യങ്ങളിൽ ആദ്യത്തെ ഒന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. നമുക്ക് രണ്ടാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. പക്ഷെ അതിനു മുൻപ് ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാനൊന്ന് വായിച്ചോട്ടെ. സൃഷ്ടിക്കപ്പെട്ടതായ പദാർത്ഥത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടത്, ആകാശമുണ്ട്, ഭൂമിയുണ്ട്. അതിൻ്റെ കൂടെ നാം ചിന്തിക്കേണ്ടതായ ഒരു കാര്യം, ഈ ഘട്ടത്തിൽ അവ ക്രമീകരിക്കപ്പെട്ട രൂപത്തിലായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന് വസിക്കാൻ യോഗ്യമാകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണം അവിടെ ഉണ്ടായിരുന്നില്ല. ആ ക്രമീകരണം എപ്പോഴാ സംഭവിക്കുന്നത്? അതാണ് നമ്മൾ അടുത്ത് ചിന്തിക്കാനായിട്ട് പോകുന്നത്. സൃഷ്ടിക്കപ്പെട്ടതിനെ ലളിതമായി വിവരിക്കാൻ മോശ ഉപയോഗിച്ച ഏറ്റവും അനുയോജ്യമായ പ്രയോഗമായിരുന്നു ഇത്. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ മുഴുവൻ കാര്യത്തെയും ഒന്ന് സംക്ഷിപ്തമായി പറയാനായിട്ട് ഉപയോഗിച്ച ഒറ്റ വാചകമാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നത്. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ മുഴുവൻ സൃഷ്ടി വിവരങ്ങളെയും ഒന്നിച്ചു പറയാൻ മോശ ഉപയോഗിച്ച ഒറ്റ വാചകമാണ് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നത്. പ്രിയ സഹോദരൻ പറയായിരുന്നു, അവര് എബ്രായ ഭാഷയിൽ അവർ പഠിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ്. അവിടെയുള്ളവർ അതിനെ തർജ്ജമ ചെയ്യുമ്പോൾ ഇങ്ങനെയും കൂടി ചേർത്ത തർജ്ജമ ചെയ്യുന്നത്. സൃഷ്ടി ആരംഭിച്ചപ്പോൾ, അല്ലെങ്കിൽ സൃഷ്ടിയുടെ ആരംഭം എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. ആരംഭത്തിൽ ദൈവം എന്ത് ചെയ്തു? ആദിയിൽ, സൃഷ്ടിയുടെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അങ്ങനെയാണ് അതിനെ പറയുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. ഓക്കെ, അപ്പോൾ പക്ഷേ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞങ്ങ് പോകും. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന് 1-ാം വാക്യം മുഴുവൻ പ്രപഞ്ചത്തിൻ്റെയും പ്രാരംഭ സൃഷ്ടിയെ സൂചിപ്പിക്കുന്നു. എന്നാൽ 2-ാം വാക്യം മുതൽ 31-ാമത്തെ വാക്യം വരെ മനുഷ്യന് ജീവിക്കാനായിട്ട് ദൈവം ആ സൃഷ്ടിയെ എങ്ങനെ ക്രമീകരിച്ചു കൊടുത്തു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ 1-ാം വാക്യത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞിട്ട് ആ സൃഷ്ടിയുടെ ക്രമീകരണം എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് 2-ാം വാക്യം മുതൽ അതിന് 31-ാമത്തെ വാക്യം വരെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യത്തിൽ ഈ ക്രമീകരണ പ്രവർത്തനത്തെ കൂടുതൽ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അത് 2-ാം അധ്യായത്തിന്റെ 4 വരെയുള്ള വാക്യങ്ങൾ. ഇനിയും സൃഷ്ടിയുടെ സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞു, ബാര എന്ന പ്രയോഗമാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ 3 വാക്യത്തിൽ 1, അതുപോലെ തന്നെ 21, 27 വാക്യങ്ങളിൽ ഇത് കാണുമ്പോൾ മുൻപുണ്ടായിരുന്ന ഒരു പദാർത്ഥങ്ങളെയും ഉപയോഗിക്കാതെയുള്ള സൃഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞ ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മുൻപുണ്ടായിരുന്ന ഒരു പദാർത്ഥങ്ങളെയും ദൈവം ഉപയോഗിച്ചല്ല അവിടെ പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ബാര എന്നതായ പദം അവിടെ വരുമ്പോൾ അത് സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വേറെ ഒരു വസ്തുവും ദൈവം ഉപയോഗിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒന്നുമില്ലായ്മ, പൂർണ്ണമായിട്ടും ഒന്നുമില്ലായ്മയാണ്. അപ്പോൾ ഇനിയും സൃഷ്ടിയുടെ സ്വഭാവം, അവിടെ നമ്മൾക്ക് ആ വാക്കുള്ളത് എന്താണ്? സൃഷ്ടിയുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഭൂമി പാഴും ശൂന്യവും ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മനുഷ്യനെ അവിടെ കൊണ്ടുവന്നാക്കിയാൽ മനുഷ്യന് ജീവിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? അവിടെ റീക്രിയേഷൻ അല്ല, അറേഞ്ച്മെൻ്റാണ് നടക്കുന്നത്. ഓക്കെ, അവിടെ റീക്രിയേഷൻ അല്ല, അറേഞ്ച്മെൻ്റ് ആണ് നടക്കുന്നത്. ഞാനത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഓക്കെ, ഞാൻ ഏതായാലും അതിലേക്ക് പിന്നെ വരാം. ബാര എന്ന പദത്തിൻ്റെ മറ്റർത്ഥങ്ങളും ഉണ്ടെങ്കിലും ഉൽപ്പത്തി 1-ലെ സന്ദർഭത്തിൽ ഏറ്റവും സ്വാഭാവികമായ അർത്ഥം എന്താണ്? ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു വരാം. ഈ 2 വാക്ക് തൊഹു വാ ബഹു, ഇതാണ് ശൂന്യത, പാഴും ശൂന്യവും. ഈ ബഹു എന്ന പദം സൂചിപ്പിക്കുന്നത് വിജനത. വിജനത എന്ന് പറഞ്ഞാൽ ജനമില്ലാത്ത അവസ്ഥ, ശൂന്യത, ആരുമില്ലാത്ത അവസ്ഥ, ജനവാസം ഇല്ലാത്ത അവസ്ഥ. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇനി തൊഹു വാ ബഹു എന്ന മുഴുവൻ പ്രയോഗം അതിനെന്താ പറയുന്നത്?
ഉൽപാദനക്ഷമത ഇല്ലാത്തതും ക്രമീകരിക്കപ്പെടാത്തതുമായ ശൂന്യ അവസ്ഥ എന്ന അർത്ഥമാണ് നൽകുന്നത്. എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് ഇവിടെ താമസിക്കാനായിട്ട് നിങ്ങളെ വിളിക്കുക. പക്ഷേ ഞാൻ വിളിക്കുന്ന സമയത്ത് വാതിലില്ല, ഇതൊന്നും കൃത്യമായിട്ട് ക്രമീകരിക്കപ്പെട്ടിട്ടില്ല, വെളിച്ചമില്ല, റൂഫിംഗ് ഇല്ല, ഫാനില്ല, ഇവിടെ ഒരു സാധനവും ഇല്ല. വന്ന് താമസിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് ദൈവം എങ്ങനെയാണ് മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന അവസ്ഥയാക്കിയത്? അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ കാണുന്നത്. അപ്പോൾ ഇനി നോക്കിക്കേ, അപ്പോൾ ജനവാസമില്ലാത്തതും ക്രമീകരിക്കപ്പെടാത്തതുമായ ഭൂമിയെ ഈ പ്രയോഗം സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭൂമി അന്ന് ക്രമീകരിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നില്ല. പിന്നെ ഗ്രഹം പെട്ട് കഴിഞ്ഞിരുന്നെങ്കിലും ദൈവം അതിനെ മനുഷ്യവാസത്തിന് അനുയോജ്യമാക്കി തീർക്കാനായിട്ട് കൂടുതൽ ക്രമീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടിയിരുന്നു. എന്താ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ, മനുഷ്യന് വസിക്കണമെങ്കിൽ ഗ്രഹം അവിടെ ഉണ്ട്. ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ അതിലെല്ലാ ഗ്രഹങ്ങളും പെടും. പക്ഷേ മനുഷ്യന് ആ ഗ്രഹത്തിൽ വസിക്കാനായിട്ടല്ല ദൈവം അതിനെയൊക്കെ ഉണ്ടാക്കിയത്. മനുഷ്യന് വസിക്കാനായിട്ട് ദൈവം ഉണ്ടാക്കിയ ഗ്രഹം ഭൂമിയാണ്. അപ്പോൾ വേദപുസ്തകം പറയാൻ പോകുന്നത് ഭൂമിയോടുള്ള ബന്ധത്തിലാണ്. ഭൂമിയെക്കുറിച്ചാണ് വേദപുസ്തകം പറയാൻ പോകുന്നത്, മറ്റുള്ള ഗ്രഹങ്ങളെക്കുറിച്ചല്ല. അങ്ങനെ പറയുമ്പോഴാണ് ദൈവം എങ്ങനെ ഇത് മനുഷ്യവാസത്തിന് അനുയോജ്യമാക്കി തീർത്തു എന്ന് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഇതിൽ 2 വ്യത്യസ്തമായ ചിന്താഗതികളുണ്ട്. ഒന്ന്, ഒറിജിനൽ കയോസ് തിയറി എന്ന് പറഞ്ഞാൽ പണ്ട് മൊത്തം ശൂന്യമായിരുന്നു. പണ്ട് നല്ല രീതിയിൽ ദൈവം സൃഷ്ടിച്ചു, പിന്നെ പിശാച് വീണു, അതുകൊണ്ട് അത് ശൂന്യമായി പോയി. ഈ ചിന്താഗതിക്ക് വേദപുസ്തകത്തിന് ശരിയായ ഒരു അടിസ്ഥാനം ഇല്ല. പിശാച് എപ്പോഴാണ് വീണേന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ എടുക്കുന്നത് ഇസക്കേൽ പ്രവചനം 28-ാം അധ്യായമാണ്. ഇസക്കേൽ പ്രവചനം 28-ാം അധ്യായം അതിൻ്റെ മുഴുവൻ കോണ്ടെക്സ്റ്റും വെച്ച് പഠിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് അവൻ്റെ വാസസ്ഥലം ഏദനിൽ മാത്രമായിരുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനതാ പറഞ്ഞേ, ഇസക്കേൽ പ്രവചനം 28-ാം അധ്യായം എഴുതിയിരിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: സേ എ ലമെന്റ് അബൌട്ട് ടയർ. സോരിനെ കുറിച്ച് ഒരു വിലാപം. സോറിനെ കുറിച്ചുള്ള വിലാപത്തിൽ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ഇനി പിശാചിന്റെ വീഴ്ചയെക്കുറിച്ച് വ്യക്തമായിട്ട് ഇന്ന ഭാഗം പറയുന്നു എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് 1 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നമുക്കൊരു കാര്യം അറിയാം: പിശാച് നിഗളിച്ചിട്ട് വീണവനാണ്. അത്രേ നമുക്കറിയുള്ളൂ. യെശയ്യാ പ്രവചനം 14-ാം അധ്യായം ബാബിലോണിനെ കുറിച്ച് പറയുന്നതിൻ്റെ കൂട്ടത്തിലാണ് പറയുന്നത്. ഇസക്കേൽ പ്രവചനം 28-ാം അധ്യായം അത് പറയുന്നതും സോരിനോടുള്ള ബന്ധത്തിലാണ്. അത് രണ്ടിലും ബാബിലോൺ രാജാവിനെ കുറിച്ച് പറയുകയും സോർ രാജാവിനെ കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു കാര്യം മാത്രമാണ്. അത് വെച്ച് പിശാചിൻ്റെ വീഴ്ച ഇതാണെന്ന് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ അംഗീകരിക്കുക. ഇല്ല, കാരണം വേദപുസ്തകം നമുക്ക് ശരിക്കും പറഞ്ഞാൽ പിശാചിനെ കുറിച്ച് അധികം പറയാനായിട്ട് വേദപുസ്തകം ആഗ്രഹിക്കുന്നില്ല. അവൻ ആരാണെന്നോ അവൻ എന്താണെന്നോ അധികം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം പറയുന്നുള്ളൂ. അതെ, ആകെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം: പിശാച് അവിടെ എന്ത് ചെയ്തു? പാമ്പെന്ന രൂപത്തിൽ വന്നു. അവൻ എന്ത് ചെയ്യുന്നു? ഹവ്വയെ ചതിക്കുന്നു. ഇത്രയേ പറയുന്നുള്ളൂ. ഇതിനപ്പുറത്തേക്കുള്ള വിശദീകരണം നമ്മൾ തേടാൻ ശ്രമിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം ഒന്ന് വരുത്തി തീർക്കാൻ എവിടെ നിന്നൊക്കെ സാധ്യതയുണ്ടോ അതൊക്കെ ചേർത്ത് പിടിക്കുക നമ്മൾ ചെയ്യുന്നത്. ഇല്ല, അങ്ങനെയില്ല. ഇല്ല.
അന്ന് പിശാച് പാമ്പിനെ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് പാമ്പിനെ കുറിച്ച് സർപ്പത്തെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: സർപ്പം ഏറ്റവും കൗശലം കൂടിയ ഒരു ജന്തുവായിട്ടാണ് അവിടെ പറയുന്നത്. ഇല്ല, അങ്ങനെ ഒരു വാക്കില്ല. അവര് പറയാൻ ശ്രമിക്കുന്ന അങ്ങനെയാണെന്ന് പറഞ്ഞേ. അങ്ങനെ ഒരു വാക്കില്ല, അങ്ങനെ ഒരു വാക്കില്ല. ഞാൻ വീണ്ടും പറയട്ടെ, പിശാച് വീണത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു വന്നേരം ആശയം പറയാം. അങ്ങനെയാണെങ്കിൽ പാഴും ശൂന്യവും ആയി എന്നല്ല, ആയിരുന്നു എന്നാ പറയുന്നത്, അല്ലേ? പാഴും ശൂന്യവും ആയെന്ന് പറയുമ്പോൾ അത് വേറെന്തോ കാരണം കൊണ്ടായി എന്ന് വരും. പക്ഷേ പാഴും ശൂന്യമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയായിരുന്നു, അതിൻ്റെ അവസ്ഥ അതായിരുന്നു. ദൈവം സൃഷ്ടിച്ചപ്പോഴുള്ള അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. കേട്ടില്ല? പാഴും ശൂന്യമായി എന്ന് പറഞ്ഞാൽ അതിലൊന്നും വാസയോഗ്യമല്ല. അങ്ങനെ തന്നെയായിരുന്നു ഭൂമിയും. ദൈവം ആദ്യം ഉണ്ടാക്കിയപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷേ ആ ഒരാഴ്ച കൊണ്ട് ദൈവം മനുഷ്യന് വസിക്കാൻ കഴിയുന്ന ഒരു ഭൂമിയാക്കി അതിനെ തന്നു. കേട്ടില്ല? നമ്മെ സംബന്ധിച്ചോളാം അങ്കിൾ പറഞ്ഞത്. നമ്മളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, പ്രയോജനമില്ലാത്തവരായിരുന്നു, പ്രയോജനമുള്ളവരാക്കി. അപ്പച്ച അത് അതിന്റെ താഴെയുള്ള വാക്യം കൂടി നമുക്ക് നോക്കണമല്ലോ അപ്പച്ച. അതിതാണോ? ഒരിക്കലും അല്ല. അത് ഇതിനെ കുറിച്ചല്ല. എന്നെ നോക്കി 22-ാമത്തെ വാക്യം. എൻ്റെ ജനം ഭോഷന്മാർ, അവർ എന്നെ അറിയുന്നില്ല. അവർ ബുദ്ധികെട്ട മക്കൾ, അവർക്ക് ഒട്ടും ബോധമില്ല. ദോഷം ചെയ്യുവാൻ അവർ സമർത്ഥർ, നന്മ ചെയ്യുവാനോ അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഭൂമിയെ നോക്കി അതിനെ പാഴും ശൂന്യമായി കണ്ടു. ഞാൻ ആകാശത്തെ നോക്കി അതിനെ പ്രകാശമില്ലാതിരുന്നു. ഞാൻ പർവ്വതങ്ങളെ നോക്കി അവ വിറയ്ക്കുന്നത് കണ്ടു. കുന്നുകളെല്ലാം ആടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കി ഒരു മനുഷ്യനെയും കണ്ടില്ല. പിന്നെ അടുത്തത്, ആകാശത്തിലെ പക്ഷികളൊക്കെയും പറന്നുപോയിരുന്നു. ഞാൻ നോക്കി ഉദ്യാനം മരുഭൂമിയായി തീർന്നിരിക്കുന്നത് കണ്ടു. അതിലെ പട്ടണങ്ങളൊക്കെയും യഹോവയാൽ അവൻ്റെ ഉഗ്രകോപം ഹേതുവായി ഇടിഞ്ഞു പോയിരിക്കുന്നു. അപ്പച്ച അത് പ്രവചനാത്മകമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് എന്തിനെ കുറിച്ചാണ്? പക്ഷെ അതിന് തൊട്ട് മുകളിലുള്ള വാക്യങ്ങൾ പറയുന്നത് ഇസ്രായേൽ അപ്പൊ അവിടെ പോയി അല്ല അപ്പച്ച, അത് പാഴും ശൂന്യമായി കിടന്ന ഒരു സമയമാണെന്ന് പറയുമ്പോൾ അങ്ങനെ പറയുന്ന സ്ഥലത്ത് നമുക്ക് പക്ഷികളെ കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷെ അവിടെ പക്ഷികളുണ്ട്. പക്ഷെ ഇവിടെ പക്ഷികളുണ്ട്. ഇവിടെ പക്ഷികൾ പറന്നു പോവുക. ഇത് അപ്പച്ച അതാ ഞാൻ പറഞ്ഞേ, നമ്മുടെ അപ്പച്ച ഇത് ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യമാണ്. യഹൂദന്മാരെ സംബന്ധിച്ചോളം ദൈവം അവർക്ക് എത്രമാത്രം പറഞ്ഞു കൊടുത്തിട്ടും മാറാത്തത് കൊണ്ട് ദൈവം പറയുന്ന കാര്യങ്ങളാണ് അവിടെ കിടക്കുന്ന വാക്യങ്ങൾ. അപ്പോൾ അത് ഇതുമായിട്ട് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. രണ്ട് കാര്യങ്ങളാണ്. ഓക്കെ, ഞാനതിൽ മുന്നോട്ട് പോവാം. ഓക്കെ, അവിടെ നമ്മൾ കാണുന്നത്, അപ്പോൾ അന്നുണ്ടായിരുന്ന സത്യജീവിതവും ദൈവം. ഓക്കെ, ഈ ചിന്താഗതി, ഒറിജിനൽ കയോസ് തിയറി എന്താ പറയുന്നത്? ശൂന്യതയിൽ നിന്നുള്ള സൃഷ്ടിയിലൂടെ ഉത്ഭവിച്ച ഭൂമി ആദ്യം ദൂതന്മാരുടെ വാസസ്ഥലമായിരുന്നു. ഇതാണ് ഇവർ പറയുന്ന കാര്യം. ഇതിനകത്ത് എന്ത് പറ്റി? ഇതിനകത്താണ് പിന്നീട് സാത്താൻ പാപം ചെയ്തു. അങ്ങനെ ദൈവത്തിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാർ വീണുപോയി. അങ്ങനെ ഭൂമി രൂപരഹിതവും ശൂന്യവുമായി മാറി. ഇതാണ് അവർ പഠിപ്പിക്കുന്നത്, ഒറിജിനൽ കയോസ് തിയറി പഠിപ്പിക്കുന്നത്. ഇനി രണ്ടാമത്തെ കൂട്ടർ പറയുന്ന ഒരു കാര്യം, ഇടവേള സിദ്ധാന്തം. അതായത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിനും 2-ാം വാക്യത്തിനും ഇടയിൽ നിർവചിക്കാനാവാത്ത ദീർഘകാലം ഉണ്ടായിരുന്നു. ഇതാണ് ഗ്യാപ് തിയറി. അപ്പോൾ അതും
ഈ ഇടക്കാലത്ത് എന്താ സംഭവിച്ചത്? ഞാൻ ഇതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ ഞാൻ പറയാം. ആ കാലഘട്ടത്തിൽ ഭൂമിയിൽ സസ്യങ്ങളുണ്ടായിരുന്നു, മൃഗങ്ങളുണ്ടായിരുന്നു. ചിലരുടെ അഭിപ്രായത്തിൽ ആദാമിന് മുൻപുള്ള മനുഷ്യവർഗം പോലും ഉണ്ടായിരുന്നു. സ്കോഫീൽഡ് അടക്കമുള്ള ആൾക്കാർ ഇതും കൂടി ചേർത്താ പറയുന്നത്. പക്ഷികളുണ്ടായിരുന്നു, മൃഗങ്ങളുണ്ടായിരുന്നു, അവിടെ മനുഷ്യരും ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. സ്കോഫീൽഡ് അടക്കമുള്ള ആൾക്കാർ ഇതിനെയും കൂടിയും സമ്മതിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇത് ശരിയാണെങ്കിൽ എന്താ പ്രശ്നം? ഇതിനു മുൻപ് മനുഷ്യനുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന മനുഷ്യൻ വെറുതെയാ. ഈ നിൽക്കുന്ന മനുഷ്യൻ വെറുതെയാ. ഇതിനു മുൻപ് മനുഷ്യനുണ്ടെങ്കിൽ ആദിയിൽ ആദാം പാപം ചെയ്തു എന്നും ആ ആദാമിലൂടെ മനുഷ്യരൊക്കെ പാപികളായെന്ന് പറയുന്നതും തെറ്റാണ്. പിന്നെ മരണം വന്നത് ആദാം ചെയ്ത പാപം കൊണ്ടാണെന്ന് പറയുന്നതും തെറ്റാണ്. ആർഗ്യുമെന്റ് എന്നല്ല, ബൈബിൾ അങ്ങനെ സമ്മതിക്കണില്ല. ഒരു ലോജിക്കും ഇല്ലാതെ പോവാ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗ്യാപ് തിയറി ശരിയാണെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പ്രശ്നം. ഗ്യാപ് തിയറി അതുകൊണ്ട് ശരിയല്ല. ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോവാം. അടുത്ത ഭാഗം. ഓക്കെ, ഇനിയും സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ഭൂമിയുടെ അവസ്ഥ നമ്മൾ കണ്ടു. എന്താണ്? ഞാനിതൊന്നും പറയുന്നില്ല, മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി സൃഷ്ടിയുടെ കാലയളവ് വളരെ പെട്ടെന്ന്. എത്ര ദിവസം കൊണ്ടാണ് ദൈവം സൃഷ്ടിച്ചത്? ഞാൻ പറഞ്ഞായിരുന്നു, 6 ദിവസം കൊണ്ട് മാത്രം. ഇതിനെക്കുറിച്ചും പല ആൾക്കാരും പലതും പറയുന്നുണ്ട്. എങ്കിലും 24 മണിക്കൂർ സൗര ദിനങ്ങൾ മാത്രമാണ്. 24 hours ഡേ, വേറെ ഒന്നുമില്ല. പല ആൾക്കാരും പല വ്യത്യസ്തമായ ചിന്താഗതികൾ അതിനെക്കുറിച്ച് പറയാറുണ്ട്. എന്നാൽ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനിയും ഏതാച്ചാ 24 മണിക്കൂർ അല്ല എന്ന് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇനി ഞാൻ ഒരു കാര്യം കൂടിയും പറയാം. നമുക്ക് നവോത്ഥാനം എന്നുള്ളൊരു കാര്യം അറിയാം അല്ലേ? നവോത്ഥാന പ്രസ്ഥാനം, റിഫോർമേഷൻ തുടങ്ങിയത് ആരാ? റിഫോർമേഷൻ തുടങ്ങിയത് ആരാ? മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ജർമ്മൻകാരാ. റിഫോർമേഷൻ കഴിഞ്ഞിട്ട് വേദപുസ്തകത്തെ ഇത്രമാത്രം കീറിക്കളഞ്ഞ ഒരു കൂട്ടരുണ്ടെങ്കിൽ വേറെ ആരുമല്ല, ജർമ്മൻകാരാ. ഇത്രമാത്രം തെറ്റായ വ്യാഖ്യാന കാര്യങ്ങൾ വേദപുസ്തകത്തിലേക്ക് കൊണ്ടുവന്നത് ഈ പറഞ്ഞ ജർമ്മൻകാരാണ്. അതുകൊണ്ട് ജർമ്മൻകാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ജർമ്മൻകാരുടെ കമ്പനിയും അവരുടെ മെഷീനൊക്കെ നല്ലതാണ്, പക്ഷേ അവരുടെ ചിന്താഗതികളെല്ലാം ഒന്നും ശരിയല്ല. വേദപുസ്തകത്തോടുള്ള ബന്ധത്തിൽ അവരുടെ ചിന്താഗതി എല്ലാം ഒന്നും ശരിയല്ല. അത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അവരുടെ എല്ലാ കാര്യങ്ങളും അതുപോലെ അംഗീകരിക്കാനായിട്ട് നമുക്ക് നിൽക്കണ്ട. ഓക്കെ, അതെ അതെ, തീർച്ചയായിട്ടും. ഈ പറഞ്ഞ പോലെ നമുക്കറിയാം, വേൾഡ് വാർ 2, 1ഉം 2ഉം കാരണം എന്താ? കാരണം ആരാ? മെയിൻലി ജർമ്മനാ. എന്താ കാരണം? എന്തായിരുന്നു കാരണം? ജർമ്മൻകാർക്ക് ഏതായാലും യഹൂദന്മാരെ വേണ്ട. കാരണം എന്താ? യഹൂദന്മാരെ കുറിച്ച് പറയുമ്പോൾ പറയാ ഇവർ ദൈവത്തിൻ്റെ ജനമാണ്. അത് ആര് പറയും? എല്ലാവരും പറയും ഇവർ ദൈവത്തിൻ്റെ ജനമാണ്. ഇതിനിടയ്ക്ക് വേറൊരു പ്രശ്നം കൂടി നമ്മൾ കാണും. കിങ് ജെയിംസ് തൊട്ട്, ഇന്ന് രാവിലെ പ്രിയ ബ്രദർ പറഞ്ഞായിരുന്നു കിങ് ജെയിംസിൻ്റെ കാര്യം. ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്കാർക്കും അതുപോലെ തന്നെ, അമേരിക്കക്കാരല്ല, ഇംഗ്ലണ്ടുകാർക്ക് ഏറ്റവും ആദ്യം ഈ പറഞ്ഞ യഹൂദന്മാരോട് വെറുപ്പായിരുന്നു. എന്താ കാരണം എന്നറിയാമോ? അവർ വെറുത്തതിൻ്റെ കാരണം യേശു കർത്താവിനെ കാൽവരി ക്രൂശിൽ തറച്ചു വന്നത് യഹൂദന്മാരാണ് എന്നൊരു കാരണം കൊണ്ട് അവർ വെറുത്ത കാര്യങ്ങൾ ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ഹിറ്റ്ലറിൻ്റെ കൂട്ട് നിന്നവരാണ് ബ്രിട്ടൻകാർ. പിന്നീടാണ് യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ മാറി മാറി വന്നു കഴിഞ്ഞപ്പോൾ അവർ കാര്യങ്ങളെ മാറ്റിയെടുത്തത്. ശരിക്കും അതുകൊണ്ടാണ് ജെ എന്നൊരു കാര്യം ഹീബ്രുവിലില്ല, ഗ്രീക്കിലും ഇല്ല. ഈ ജെ ആരെ സംഭാവന ചെയ്തതെന്നറിയാമോ? ജെ സംഭാവന ചെയ്തത് ആരാ? ഇംഗ്ലീഷുകാരാ, ഇംഗ്ലണ്ടുകാരാ. എന്ന് പറഞ്ഞാൽ ജെ എന്നൊരു അക്ഷരം എബ്രായ ഭാഷയിലും ഇല്ല, ഗ്രീക്ക് ഭാഷയിലും ഇല്ല. പക്ഷേ യഹോവ എന്തായി? ശരിക്കും പറഞ്ഞാൽ യാഹ്വേ എന്നുള്ളത് ജഹോവ ആയി മാറി. എന്താ കാരണം? അവരോടുള്ള പ്രശ്നമാണ്, യഹൂദന്മാരോടുള്ള പ്രശ്നമാണ്. പക്ഷേ എന്തു ചെയ്തു? പേര് തന്നെ മാറ്റി. നമ്മുടെ മലയാളം ബൈബിൾ ഏതായാലും വളരെ കൃത്യമാണ്, യഹോവ എന്ന് തന്നെയാണ് അല്ലേ? അതെ,
അത് തന്നെയാണ് അവിടെയും സംഭവിച്ചത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറേ മാറ്റങ്ങൾ ഈ പറഞ്ഞായ ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഞാൻ ഏതായാലും അതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിലേക്ക് വരട്ടെ. ഞാൻ പറഞ്ഞു ഭൂമിക്ക് മനുഷ്യന് വാസയോഗ്യമായിരുന്നില്ല, പക്ഷേ ദൈവം അതിനെ വാസയോഗ്യമാക്കി ക്രമീകരിച്ചു. എങ്ങനെയാണ് ക്രമീകരിച്ചത്? 1-ാം ദിവസം വെളിച്ചം പുറപ്പെടുവിച്ചു, 4-ാം ദിവസം സൂര്യനെ ഭൂമിയിൽ വെളിച്ചം നൽകാൻ തക്കവണ്ണം ദൃശ്യമാക്കി. അതിൻ്റെ കൂടെ മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ദിവസങ്ങൾ, കാലങ്ങൾ ഒക്കെ കൊടുത്തു. ചോദിച്ചോ? ഇല്ല. ആർക്കാ ദിവസം അറിയണ്ടേ? അന്ന് ആർക്കാ ദിവസം അറിയണ്ടേ? അന്ന് ആർക്കാ ദിവസം അറിയണ്ടേ? അന്ന് മനുഷ്യനുണ്ടോ? മനുഷ്യനില്ല. മനുഷ്യൻ എപ്പോഴാണ് വരുന്നത്? 6-ാം ദിവസമാണ്. അവൻ എപ്പോഴാണ് ദിവസത്തെക്കുറിച്ച് അറിയണ്ടേ? അത് കഴിയുമ്പോഴാണ്, അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലാവും? ഞാൻ അച്ഛനെ ഇതാക്കിയതല്ല, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ അന്നും മനുഷ്യനില്ല. മനുഷ്യൻ വരുന്നത് 6-ാം ദിവസമാണ്. അതിന് ശേഷം മതി അവൻ്റെ ഈ കണക്കുകൂട്ടൽ. അപ്പോൾ അതിന് മുൻപ് തന്നെ എങ്ങനെയാ ദൈവം പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം ദൈവം മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് മോശ നമുക്ക് എഴുതി തരുന്നു. അതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ 4-ാം ദിവസം വരെ മനുഷ്യന് ദിവസങ്ങൾ അറിയാനായിട്ട് മനുഷ്യൻ അവിടെ ഇല്ല. അത് കഴിയുമ്പോഴാണ് മനുഷ്യൻ വരുന്നത്. 6-ാം ദിവസം മനുഷ്യൻ വരുമ്പോൾ കൃത്യമായിട്ട് അവന് തീർച്ചയായിട്ടും അല്ലേ? ഞാൻ അച്ഛൻ ചോദിച്ച ചോദ്യത്തിന് ഇത് പറഞ്ഞല്ല കേട്ടോ, ഒരിക്കലും അങ്ങനെയല്ല. ഒരു ചോദ്യം, ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു ചോദ്യവും ചെറുതല്ല. എല്ലാ ചോദ്യങ്ങളും ഒരുപോലെ ഇമ്പോർട്ടൻ്റാണ്. ഒരു പക്ഷേ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ തോന്നും അതൊന്നും ആവശ്യമില്ലാത്ത ചോദ്യമാണെന്ന്. പക്ഷേ നമ്മളെ സംബന്ധിച്ചോളം, ചിന്തിക്കുന്നവരെ സംബന്ധിച്ചോളം ഓരോ ചോദ്യങ്ങളും ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനെ തരം താഴ്ത്തി കാണത്തില്ല. പറഞ്ഞോ ചാ. ആ ഓക്കെ അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ലവ്യാദാൻ എന്ന് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിൽ. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഏതോ ഒരു മൃഗത്തിൻ്റെ വായിൽ നിന്ന് തീ വരുന്നുണ്ട്. മഹാനക്രം. ഓക്കെ, മഹാനക്രം. അതിൻ്റെ വായിൽ നിന്ന് തീ വരുന്നു. ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ട് ഞാനത് അത്ര നോക്കിയില്ല ശരിക്കും. അച്ഛാ, ഞാൻ പറഞ്ഞത് ആയിരിക്കാം, നമുക്കറിയത്തില്ല. പക്ഷെ അന്നും ദൈവം പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് പറയുകയാണ്, അതിൽ വായിൽ നിന്ന് തീ വരുന്നുണ്ട്. പക്ഷെ ഇത് എപ്പോഴുണ്ടായിരുന്ന നമുക്കറിയത്തില്ല. ഇയ്യോബിനറിയാം, ഉറപ്പ് പറയാൻ പറ്റില്ല. അല്ലെ, ഇയ്യോബിനറിയാം, പക്ഷെ നമുക്കതിനറിയില്ല. ഒരിക്കലും പറ്റത്തില്ല. അങ്ങനെ ഉണ്ടായെന്ന് പറയുകയാണെങ്കിൽ ദൈവം രണ്ടാമത് സൃഷ്ടിച്ചു എന്ന് പറയണം. അപ്പോൾ ദൈവം ആദിയിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് വെറുതെയായി. അപ്പച്ച പാഴും ശൂന്യമായി കിടന്നു എന്നല്ല അപ്പച്ച അവിടെ പറഞ്ഞേക്കുന്നേ, അത് പാഴും ശൂന്യമായിരുന്നു എന്നാ പറഞ്ഞേക്കുന്നേ. അതെപ്പോഴാ? പിന്നീടാണോ? അവിടെ തന്നെയാ, ആ അധ്യായത്തിൽ തന്നെയാ. അതാ ഞാൻ അപ്പച്ചോട് നേരത്തെ ഞാൻ പറഞ്ഞത്, അത് നമ്മുടെ സ്കോഫീൽഡ് തന്ന ഏറ്റവും വലിയ സംഭാവനയാണ്. ഏറ്റവും വലിയ സംഭാവനയാണ് അത്. അല്ലല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ചിലര് പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാവരും ഇല്ല കേട്ടോ, പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല ശരിക്കും. വേറൊരു കുഴപ്പമുണ്ട്, അവരെക്കാളും നന്നായിട്ട് ഇപ്പൊ വേദോസം പഠിപ്പിക്കാൻ കഴിയുന്നത് നമുക്ക് തന്നെയാണ്. ഈവൻ പഴയ നിയമവും. കാരണം അവരുടെ തിയോളജി മാറി. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, എബ്രായ ആൾക്കാരുടെ തിയോളജി മാറി. യഹോവ എന്ന ചിന്താഗതിയിൽ ഇപ്പം നമ്മൾ ഈ ട്രിനിറ്റിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, തൃത്വത്തെക്കുറിച്ച് പറയുന്നില്ലേ, അവർക്കില്ല. അത് പറയാൻ വേണ്ടി പല കാര്യങ്ങളും മാറ്റിയവര്. പല കാര്യങ്ങളും അവർ മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ അത് നമുക്ക് എല്ലാം വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. അതോ ഞാൻ പറഞ്ഞു വന്ന രാശൻ. ഓക്കെ, ഞാൻ അതിന് മുന്നോട്ട് പോവുക. അപ്പോൾ 4-ാമത്തെ ദിവസമാണ് മനുഷ്യനെ സംബന്ധിച്ചോളം ദിവസങ്ങൾ മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞത്. അത് ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ക്രമീകരിച്ചത് എന്ന് ചോദിച്ചാൽ, ദൈവം ഏറ്റവും അവസാനമായിട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നത് മനുഷ്യനെയാണ്, അല്ലേ? ദൈവം എന്തിനാ ഏറ്റവും ആദ്യം വെളിച്ചം ഉണ്ടാക്കിയത്? എന്തിനാ ദൈവം വെള്ളം മാറ്റി, വെള്ളമൊക്കെ ഒരു ഭാഗത്തും കര വേറൊരു ഭാഗത്തും, ആകാശത്തിൽ വെള്ളം നിർത്താനും ഭൂമിയിലുള്ള വെള്ളമൊക്കെ ഒരുമിച്ച് കൂട്ടി സമുദ്രം എന്ന് വിളിക്കാനും, പിന്നെ ആ സമുദ്രത്തിൽ വീണ്ടും ദൈവം എന്ത് ചെയ്യാണ്? മത്സ്യങ്ങളെ കൊണ്ടുവന്നതും മൃഗങ്ങളെ കൊണ്ടുവന്നതും ഈ പറയുന്നതായ വൃക്ഷങ്ങൾ കൊണ്ടുവന്നതും എന്തിനു വേണ്ടിയാ? മനുഷ്യന് വേണ്ടിയാ. 1-ാം ദിവസം മനുഷ്യനെ ദൈവം അവിടെ സൃഷ്ടിച്ചാക്കിയിരുന്നെങ്കിൽ മനുഷ്യന്റെ പ്രശ്നം എന്താണെന്നറിയാമോ? എന്തായിരിക്കും മനുഷ്യന്റെ പ്രശ്നം? ശരിക്കും പറഞ്ഞാൽ ബോറടിച്ച് ചത്തുപോയനെ. ബോറടിച്ച് ചത്തുപോയനെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഇരുട്ടാ, ടോർച്ചില്ലല്ലോ. ഇരുട്ടാ. അതിൽ നിന്ന് ദൈവം വെളിച്ചം കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് ഇനി 2-ാമത്തെ ദിവസം ദൈവം കൊണ്ടുവന്നെങ്കിൽ, ഇനി വേറൊരു കാര്യം, 1-ാമത്തെ ദിവസം വേറെ പ്രശ്നമുണ്ട്. വെള്ളമാ മുഴുവനും, വെള്ളം ഒന്നിച്ചാണ് കിടക്കുന്നത്, വെള്ളമുണ്ട് കരയുണ്ട് ഒക്കെ ഒന്നിച്ചാണ് കിടക്കുന്നത്. ഇതിൽ എവിടെയാണ് നിൽക്കേണ്ടതെന്ന് പോലും മനുഷ്യനറിയില്ല. അപ്പോൾ മനുഷ്യന് ദൈവം കൃത്യമായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു. വെള്ളം മാറ്റി കര ക്ലിയറാക്കി ദൈവം കൊടുത്തു. 3-ാം ദിവസം ആയപ്പോൾ ദൈവം ഒന്നും കൂടി ചെയ്തു. എന്ത് ചെയ്തു? ആ കരയിൽ നിന്ന് എന്ത് ചെയ്യുക? വൃക്ഷങ്ങളെ കൊണ്ടുവരിക, സസ്യങ്ങളെ കൊണ്ടുവരിക. ഈ സസ്യങ്ങൾ കൊണ്ടുവന്നിട്ട് അവനെ നിർത്തിയാലും പ്രശ്നമാണ്. എന്താ പ്രശ്നം? അവനിപ്പോഴും അറിയില്ല ജീവിതം എവിടെയൊക്കെ ആയി, കാലങ്ങളൊക്കെ കഴിഞ്ഞോ, എത്ര കാലമായി ഞാനിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് അവനറിയില്ല. അപ്പോൾ അവനറിയാൻ കാലങ്ങളും സമയവും അറിയണം. 4-ാം ദിവസം ദൈവം അതും ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞാലും പ്രശ്നമാണ്. എന്താ പ്രശ്നം? കുറേ നേരം ഈ മരങ്ങളെ മാത്രം, ഒരനക്കവും ഇല്ലാത്ത ഈ മരങ്ങളെ മാത്രം കണ്ടുകൊണ്ട് ജീവിച്ചിട്ട് എന്താ കാര്യം? ഒരു പ്രയോജനമില്ല. അപ്പോൾ അവൻ എന്ത് വേണം? അവൻ്റെ കൂടെ ഒന്ന് രസിപ്പിക്കാനായിട്ട് എന്ത് വേണം? താഴെയുള്ള എന്ത് വേണം? മത്സ്യം വേണം. മുകളിലേക്ക് നോക്കുമ്പോൾ പറവയെ കാണാം. ഓ, ഇത് നല്ല രസമുണ്ടല്ലോ എന്ന് പറയാനായിട്ട് അവന് പറ്റും. ഇനിയും അത് മാത്രം നോക്കിയിട്ട് എന്താ കാര്യം? അടുത്ത് നിൽക്കാനായിട്ട് ഒന്നുമില്ലല്ലോ. അപ്പോൾ 5-ാമത്തെ ദിവസം 6-ാമത്തെ ദിവസം ദൈവം എന്ത് ചെയ്തു? മൃഗങ്ങളെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, മനുഷ്യ, ഇപ്പോഴാടാ നിനക്ക് കറക്റ്റ് സമയം, നീ ഇപ്പൊ വാ. എല്ലാം ഒരുക്കി വെച്ചിട്ട് മനുഷ്യനെ ദൈവം എന്ത് ചെയ്യുക? അവിടെ സൃഷ്ടിക്കുക. ദൈവം അവനെ സൃഷ്ടിക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് സൃഷ്ടിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ പ്രവൃത്തിയുടെ മഹത്വം എത്ര വലുതാണെന്ന് മനുഷ്യനൊന്ന് അറിയണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനനം ചെയ്യുന്നവനാ, അവൻ ചിന്തിക്കാൻ കഴിവുള്ളവനാ. ദൈവം അവന് ചിന്തിപ്പിക്കാൻ കഴിവുള്ളവനായിട്ട് സൃഷ്ടിച്ചതിൻ്റെ കാരണം അവൻ ചിന്തിക്കണം, എന്തുകൊണ്ട് ദൈവം എന്നെ അവസാനം കൊണ്ടുവന്നു. എന്നിട്ട് പറയണം, കർത്താവേ, നീ എന്നെ ആദ്യം കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ കർത്താവേ? എന്നെ കറക്റ്റ് സമയത്ത് ദൈവമേ നീ കൊണ്ടുവന്നല്ലോ. ഇത് പറയാൻ മനുഷ്യന് കഴിയണം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ ദൈവം കൊണ്ടുവന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ, ദൈവം മനുഷ്യനെ ഇവിടെ ആക്കിയത് പോലും ഉദ്ദേശത്തോടു കൂടിയാണ്, കൃത്യസമയത്താ. ഞാൻ ഒരു കാര്യം അതിനോട് ചേർത്തൊന്ന് പറയാൻ ആഗ്രഹിക്കുക. നമ്മുടെ ദൈവത്തിന് സമയത്തിൽ ഒരിക്കലും തെറ്റു വരത്തില്ല. കൃത്യസമയമാണ്. അവന് കൃത്യമായ കാര്യങ്ങൾ അറിയാം. ആലോചന പ്രകാരം കൃത്യസമയത്തും ചെയ്യുന്നവനാ നമ്മുടെ ദൈവം. ഞാൻ ഏതായാലും ആ ഭാഗം അവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മുന്നോട്ട് പോവുക. അപ്പോൾ ആദ്യത്തെ മനുഷ്യൻ്റെ സൃഷ്ടി. മനുഷ്യനെ ദൈവം എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ചെറിയല്ലേ ഒന്ന് പറയൂ. നിലത്തെ പൊടി കൊണ്ട് മണ്ണ് കുഴച്ച് ചേറുണ്ടാക്കി, എന്നിട്ട് നിലത്തെ പൊടിയെടുത്ത് പൊടി കൊണ്ട് ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ച കാര്യം പറയാം. ദൈവം മണ്ണെടുത്ത് കുഴച്ചു, ഒരു ബൊമ്മ പോലെ ആക്കി. അത് കഴിഞ്ഞിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള
ദേഹിയായി തീർന്നു. വേദപുസ്തകത്തിൽ വാക്കില്ല. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞേക്കുന്നേ? മനുഷ്യനെ ദൈവം പൊടിയിൽ നിന്ന് ഉണ്ടാക്കി. തീർച്ചയായിട്ടും ദൈവം അവൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ഉണ്ടാക്കി. നമ്മുടെ ചോദ്യത്തിലേക്ക് തിരിച്ചു വരിക. ഓക്കെ, ഏതാച്ചാ? സാദൃശ്യവും ബേസ് അതെ തീർച്ചയായിട്ടും. ഡെഫിനറ്റ്ലി യെസ്. ഓക്കെ, അപ്പം നമ്മളവിടെ കാണുന്ന ഒറ്റ കാര്യം ഇങ്ങനെ, 2-ാമത്തെ അധ്യായത്തിൽ നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യനെ ദൈവം ഉണ്ടാക്കി. ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതേ വാചകം അങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത് മനുഷ്യനെയും മൃഗത്തെയും ഉണ്ടാക്കിയ കാര്യത്തിൽ. മൃഗത്തെ ഉണ്ടാക്കിയ കാര്യം പറയുമ്പോഴും നിലത്തെ പൊടിയിൽ നിന്ന് അവനെന്ത് ചെയ്തു? മൃഗങ്ങളെ ഉണ്ടാക്കി. അപ്പോൾ വ്യത്യാസമൊന്നുമില്ല, രണ്ടും ഒരുപോലെയാണ്. ഓക്കെ, ഞാൻ അതിന് തിരിച്ചു പോട്ടെ. അപ്പോൾ മനുഷ്യനെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്? നിലത്തെ പൊടിയിൽ നിന്നാണ് എന്ന് വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നു. അപ്പോൾ മനുഷ്യന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന പദം തന്നെ ആദാം എന്ന് പറഞ്ഞു. ആദാം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നിലത്ത് നിന്ന് എടുക്കപ്പെട്ടവൻ, മണ്ണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നീ തിരിച്ചു പോകും, അല്ലെ? പൊടിയാകുന്നു, പൊടിയിലേക്ക് നീ തിരിച്ചു പോകും. കാരണം മനുഷ്യനെ എടുത്തിരിക്കുന്നത് പൊടിയിൽ നിന്നാണ്. പിന്നീട് ഈ പറഞ്ഞ അതേ വാക്ക് തന്നെ മനുഷ്യനെ കുറിച്ച് മുഴുവനുമായിട്ട് പറയാനായിട്ട് ഇടയാക്കി. ദൈവം എന്തിനാ മനുഷ്യനെ സൃഷ്ടിച്ചേ? ഇന്നലെ നമ്മൾ പറഞ്ഞു സൽപ്രവൃത്തികൾക്കായിട്ട്. തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ ദൈവ മഹത്വം വെളിപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യമാണ് ദൈവത്തിനുള്ളത്. എന്തിനാ ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്? എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാനല്ല. മനുഷ്യൻ ദൈവത്തിൻ്റെ മഹത്വം കാണിക്കണം, ദൈവം മഹത്വപ്പെടണം. നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ നമുക്കറിയാം മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ച അതാണ്. പക്ഷെ മനുഷ്യൻ, അവന് തെറ്റ് സംഭവിച്ചു, പാപത്തിൽ വീണു. ആ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചപ്പോൾ ദൈവം വീണ്ടും ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തിൻ്റെ മഹത്വം. നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും കർത്താവിൻ്റെ മഹത്വത്തിനായി ചെയ്തു. ഒരു സംശയം, തിന്നുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് കഴിക്കാൻ പറ്റുക? അപ്പൊ ആരോഗ്യം ഉണ്ടാവുള്ളൂ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ കഴിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് കഴിക്കാൻ പറ്റുക? കാരണം അങ്ങനെ പറഞ്ഞേക്കുന്നേ, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും, നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. ആഹാരം തരുന്നത് ദൈവമാണെന്നുള്ള ചിന്തയോടുകൂടെ ദൈവം തന്ന ആഹാരത്തെ സ്തോത്രം ചെയ്ത് കഴിക്കുമ്പോൾ നമ്മൾ പറയുന്നത്, കർത്താവേ, നിന്റെ മഹത്വത്തിന് വേണ്ടി ഈ ശക്തി ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണം. ഞാനൊരു കാര്യം പറയട്ടെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഭക്ഷണം എടുത്ത് കഴിക്കുന്നേക്കാൾ മുൻപ് സ്തോത്രം ചെയ്ത് കഴിക്കുക. ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാർ ചോദിക്കും, ഇതെന്നാ പരിപാടിയാണ്? അപ്പോൾ പറയണം, ഞങ്ങളുടെ കർത്താവ് തന്ന ഭക്ഷണമാണ്. ഇത് കർത്താവ് ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ് ഞങ്ങളിത് കഴിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറഞ്ഞതാണെന്ന് പറയണം. അങ്ങനെ പറയുമ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് പറയാനുള്ള ഒരു വഴിയായിട്ടത് മാറും. ദൈവം എന്നെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ മഹത്വത്തിനാണെന്ന് പറയുമ്പോൾ ദൈവത്തിന് മാറ്റമൊന്നും ഉണ്ടാവാൻ പോണില്ല. ഞാൻ എന്തെങ്കിലും ദൈവത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വലിപ്പം വെക്കാൻ പോകുന്നില്ല. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഞാൻ ദൈവത്തെ കുറച്ചും കൂടി ആഴമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ആ ദൈവത്തെ ഒന്നും കൂടിയും സ്നേഹിക്കും. അങ്ങനെ വരുമ്പോൾ അടുത്തുള്ളവർ ചോദിക്കും, എന്താ പ്രത്യേകത? അപ്പം നമ്മൾ പറയും, ഈ ദൈവം ഇത്ര വലിയ ദൈവമാണെന്ന്. അതെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് പറയുക, ഈ ദൈവത്തെ പോലെ സ്നേഹിക്കാൻ, ഈ ദൈവത്തെ പോലെ ആരാധിക്കാൻ വേറെ ആരുമില്ലെന്നുള്ള കാര്യം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെയാണ് തിന്നുമ്പോൾ എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്ത് ചെയ്താലും ദൈവമഹത്വത്തിനായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ
ആ എന്ത് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ബിസിനസ് ചെയ്താലും കൃഷി ചെയ്താലും നിങ്ങൾ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞാലും പഠിപ്പിച്ചാലും എന്ത് ചെയ്താലും എന്ത് ചെയ്യണം? ദൈവനാമം മഹത്വത്തിനായിട്ട് ചെയ്യണം. ബിസിനസ് ചെയ്യുന്നത് എന്തിനാ? എനിക്ക് പണം ഉണ്ടാക്കാനല്ല. പിന്നെ എന്തിനാ? ദൈവത്തിൻ്റെ മഹത്വം ലോകം കാണാനാ. കൃഷി ചെയ്യുന്നത് എന്തിനാ? കൃഷി ചെയ്യുന്നത് എന്തിനാ? ഞങ്ങൾ നല്ല കൃഷിക്കാരാ, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. എന്തിനാ ചെയ്യുന്നേ? എൻ്റെ കൃഷി ചെയ്യുന്നതിലൂടെ ദൈവം മഹത്വം എടുക്കണം. അങ്ങനെയല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് വെറുതെയാണ്. ഞാൻ ബിസിനസ്സിൻ്റെയും കൃഷിയുടെയും കാര്യം പറഞ്ഞ് എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെക്കുറിച്ച് എന്ത് ചെയ്താലും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ചെയ്യുന്നവരായിരിക്കണം. ഞാനിങ്ങനെ ചോദിക്കട്ടെ, അടുക്കളയിൽ നമ്മൾ പാചകം ചെയ്യുമ്പോൾ എന്തിനു വേണ്ടി ചെയ്യണം? ദൈവനാമ മഹത്വത്തിനായി. അടുക്കളയിൽ പാചകം ചെയ്യുന്നത് പോലും ദൈവനാമം മഹത്വത്തിനായിട്ടേ ചെയ്യാവൂ. അപ്പം ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ അടുക്കളയിൽ കയറി കുക്ക് ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത് എൻ്റെ ഭർത്താവിനെ പ്രസാദിപ്പിക്കാനല്ല, എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കാനാണ്. എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനെ കുറിച്ച് ചിന്തിച്ചാൽ കർത്താവ് പ്രസാദിക്കും, കർത്താവും മഹത്വം എടുക്കും. നമ്മൾ എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം നമുക്ക് തന്നെ ഒന്ന് ചിന്തിക്കാം. മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി മനുഷ്യനിലെ ദൈവ ഛായ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-28 വാക്യങ്ങൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് വായിക്കാം. 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം. ആകയാൽ ദൈവം നമ്മുടെ സാദൃശ്യത്തിൽ, നമ്മുടെ സ്വരൂപത്തിൽ, നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ ഉണ്ടാക്കുക. ഓക്കെ, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിമേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യം കൂടി. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ചില കാര്യങ്ങൾ വളരെ പെട്ടെന്നൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഒന്ന്, ദൈവം തീരുമാനിച്ച ഒരു തീരുമാനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. എന്താ പറയുന്നത്? മനുഷ്യനെ ഉണ്ടാക്കുക, മനുഷ്യനെ സൃഷ്ടിക്കുക. എങ്ങനെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞേക്കുന്നത്? മനുഷ്യനെ സൃഷ്ടിക്കാൻ പറയുമ്പോൾ പറയുകയാണ്, നമ്മുടെ സാദൃശ്യത്തിലും നമ്മുടെ സ്വരൂപത്തിലും. അപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യം, ദൈവത്തിൻ്റെ സ്വരൂപം. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ അവിടെ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുകയാണ്, അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുക, അങ്ങനെ ദൈവം അവരെ സൃഷ്ടിച്ചു. എങ്ങനെയാ സൃഷ്ടിച്ചത്? അവരെ സൃഷ്ടിച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ആരെയൊക്കെ സൃഷ്ടിച്ചു? ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. എങ്ങനെ സൃഷ്ടിച്ചു? ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ. ഇങ്ങനെയാണ് അവരെ ദൈവം സൃഷ്ടിച്ചത്. അപ്പോൾ ഇനി അതിൻ്റെ കൂടെ ചില വാക്യം കൂടി. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഞാൻ ഇത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. 5-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 1ഉം 2ഉം വാക്യങ്ങൾ. ആദാമിന്റെ വംശപാരമ്പര്യമാവിത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും അവനെ ഉണ്ടാക്കി, ആണും പെണ്ണുമായി അവനെ ഉണ്ടാക്കി, സൃഷ്ടിച്ച നാളിൽ പേരിടുകയും ചെയ്തു. അടുത്ത വാക്യം കൂടി. ആദാമിന് 130 വയസ്സായപ്പോൾ അവൻ തൻ്റെ സാദൃശ്യത്തിൽ അവൻ്റെ സ്വരൂപപ്രകാരം ഒരു മകനെ ജനിപ്പിച്ചു. അവന് ഷേത്ത് എന്ന് പേരിട്ടു. അപ്പോൾ 5-ാം അധ്യായത്തിൽ പാപം ചെയ്തതിന് ശേഷമാണോ അതോ പാപത്തിന് മുമ്പാണോ? പാപത്തിന് ശേഷം പറഞ്ഞൊരു വാചകമാണ്. എന്താ വാചകം? മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയ കാര്യം വീണ്ടും പറയുന്നു, അവൻ്റെ സാദൃശ്യത്തിൽ, അവൻ്റെ സ്വരൂപത്തിൽ, അല്ലേ? പക്ഷെ ഒരു പ്രത്യേകത നമ്മൾ കാണും. ഒറ്റ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ ആദ്യത്തെ വാക്യത്തിൽ, ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ, അല്ലേ? അങ്ങനെയാണോ?
ആദ്യത്തെ വാക്യത്തില് സ്വരൂപം എന്നാണോ? ഓക്കെ, സാദൃശ്യം. 5:1 സാദൃശ്യത്തിൽ, 5:3 വരുമ്പോൾ 2 വരുമ്പോൾ സ്വരൂപത്തിൽ എന്ന് വരുന്നു തോന്നുന്നു അല്ലേ? സ്വരൂപത്തിൽ, അത് 5-ാം അധ്യായത്തിന് 2-ാം വാക്യം. ആദ്യത്തെ വാക്യത്തിൽ സാദൃശ്യം അല്ലേ? സാദൃശ്യം മാത്രം. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറയാൻ വന്ന ആശയം. അപ്പോൾ ദൈവത്തിൻ്റെ സ്വരൂപം, ദൈവത്തിൻ്റെ ഛായ എന്നുള്ളത് മാറി മാറി ഉപയോഗിച്ചിട്ടുണ്ട്. സാദൃശ്യം പറയും. ആദാമിൻ്റെ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ഓക്കെ, അപ്പൊ ഈ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്, ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഇപ്പൊ എന്നോടിപ്പോൾ ജെറി പറഞ്ഞു എനിക്ക് ഒരു ഫോട്ടോ വേണമെന്ന്. ഞാനൊരു ഫോട്ടോ അയച്ചു കൊടുത്താൽ അത് ഞാനാവോ? ഇല്ല, അത് എന്നെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലേ? അപ്പൊ ദൈവത്തിന്റെ ഇമേജിൽ, ദൈവത്തിന്റെ ലൈക്ക്നെസ്സിൽ മനുഷ്യനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സൃഷ്ടിതാവിനെ പോലെ സൃഷ്ടിയെ ഉണ്ടാക്കുക എന്നുള്ളതല്ല ദൈവം ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന, അവനെ റെപ്രസെന്റ് എന്ന് പറഞ്ഞ മലയാളം പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്ന ഒരുവനായിട്ട് മനുഷ്യനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ദൈവത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ദൈവം ആരാണെന്ന് പറയാൻ കഴിയണം. അതാണ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്ന വാക്കുകൊണ്ട് അവിടെ അർത്ഥമാക്കുന്നത്. ഇനി ദൈവത്തെ കാണണം, ദൈവത്തെ മനുഷ്യൻ വെളിപ്പെടുത്തുന്നവനായി തീരണം. മൃഗങ്ങളോടുള്ള ബന്ധത്തിൽ, അന്യോന്യമുള്ള ബന്ധത്തിൽ അവൻ എപ്പോഴും എന്തായിരിക്കും ചെയ്യുന്നത്? ദൈവത്തെ കാണിക്കാൻ കഴിയുന്നവനായിരിക്കണം. ഇനിയും 9-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 9-ാമത്തെ അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 9-ാമത്തെ അധ്യായം നമുക്കറിയാം ജലപ്രളയമാണ് അല്ലെ? പ്രളയത്തിന് ശേഷമാണ് 6-ാം വാക്യം. ആരെങ്കിലും മനുഷ്യന്റെ രക്തം ചൊരിയിച്ചാൽ അവന്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. പിന്നെ ദൈവത്തിന്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. എന്തുകൊണ്ടാണ് ഒരു രക്തം ചൊരിച്ചൽ പാടില്ല എന്ന് പറയുന്നതിന്റെ കാരണം പറയുകയാണ്, അവന് ഏത് രീതിയിലാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിന്റെ സ്വരൂപത്തിൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ. അതുകൊണ്ട് അവനെ എന്ത് ചെയ്യാൻ പാടില്ല? അവനെ കൊല്ലാൻ പാടില്ല. രക്തം ചൊരിയുക എന്ന് പറഞ്ഞാൽ കൊല്ലുക എന്നർത്ഥം. അവനെ കൊല്ലാൻ പാടില്ല. വളരെ കൃത്യമായിട്ട് നമ്മുടെ വേദസ്വം പറയുന്നത്. ഇനി നമുക്ക് വാളാൽ വീഴുകയും ചെയ്യും. നമുക്ക് അതിൻ്റെ കൂടെ യാക്കോബിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യാക്കോബിന്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യം. ജെയിംസ് ചാപ്റ്റർ 3 വേഴ്സ് 9. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടാക്കിയ മനുഷ്യനെ അതിനാൽ ശപിക്കുകയും ചെയ്തു. നമുക്കറിയാം അത് നാവിനെ കുറിച്ചാണ് പറയുന്നത്. യാക്കോബിന്റെ ലേഖനം 3-ാമത്തെ അധ്യായം നാവിനെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ നാവിനെ കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, അതിനാൽ നമ്മൾ എന്ത് ചെയ്യാണ്? ദൈവത്തെ സ്തുതിക്കുന്നു. എന്നിട്ട് പിന്നെ പറയുകയാണ്, അതിൻ്റെ ആ ഒരു ബന്ധം ഒന്ന് നോക്കണം. ദൈവത്തെ സ്തുതിക്കുന്നു, എന്നിട്ട് തൊട്ടടുത്ത് പറയാ ദൈവത്തിന്റെ ഛായയിൽ ഉണ്ടാക്കിയ മനുഷ്യനെ ശപിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയാ, സഹോദരന്മാരെ, ഇത് നന്നല്ല, യോഗ്യമല്ല. ഏതവിടെ യോഗ്യമല്ലാത്തത്? ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന നാവ് കൊണ്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ശപിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞാൽ, മനുഷ്യനെ കുറിച്ച് ശരിയായ ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ശപിക്കാനായിട്ട്, വെറുക്കാൻ പറ്റത്തില്ല, ശപിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അറിഞ്ഞോ അറിയാതെയോ എപ്പോഴെങ്കിലും ആരെങ്കിലോടൊക്കെ ആകട്ടെ, മക്കളോടാകട്ടെ, അല്ലേ, നീ ഒരിക്കലും ഗുണപ്പെടില്ല എന്ന് അറിഞ്ഞോ അറിയാതെ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഒരിക്കലും ശരിയാകില്ല എന്ന് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്താ ചെയ്തേക്കുന്നേ? ശപിക്കുക ചെയ്തേക്കുന്നേ. മറക്കണ്ട, അത് യോഗ്യമല്ല. വേദപുസ്തകം പറഞ്ഞ കാര്യമാണ്. എന്താ കാരണം? മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാദൃശ്യപ്രകാരമാണ്. അപ്പൊ ഇനി നമുക്ക് അടുത്ത ചോദ്യം, എന്താ ഈ സാദൃശ്യം?
എന്താ ഈ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്? ഓക്കെ, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യനിലുള്ള ദൈവഛായയാണ് മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനാക്കുന്നത്, അല്ലേ? എന്തായാലും ശരി, ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്തായാലും ശരി, അതാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്നത്. ഇതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അപ്പോൾ മറ്റ് സകല സൃഷ്ടികളിൽ നിന്നും മനുഷ്യനെ വേർതിരിച്ച് നിർത്തുന്നത് അവനിലുള്ള ദൈവഛായയാണ്. അപ്പോൾ മനുഷ്യനിലെ ദൈവഛായയെക്കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യം മറ്റുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തെയും സ്വാധീനിക്കും. ഞാൻ ഇനി ഇങ്ങനെ ചോദിക്കാൻ പോവാ. നമുക്കറിയാം, നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വലിയൊരു ഓർഗനൈസേഷൻ ഉണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ, അല്ലേ? അതിനകത്ത് എത്ര ക്രിസ്ത്യാനികളുണ്ട്? വേണ്ട, അത് അവിടെ നിൽക്കട്ടെ. ക്രിസ്ത്യാനികൾ കുറേ പേരുണ്ടല്ലോ. നമ്മളിൽ എത്ര പേരുണ്ട് അതിനകത്ത്? ശരിക്കും പറഞ്ഞ മനുഷ്യന്റെ വില അറിയുന്ന ആർക്കാ? വിശ്വാസികൾക്കാ, അല്ലേ? മനുഷ്യൻ ആരാണെന്ന്, അവന്റെ മൂല്യത്തെക്കുറിച്ച് ശരിയായ ബോധ്യമുള്ളത് നമുക്കാ. വേദപുസ്തകം പഠിക്കുന്ന നമുക്കാ മനുഷ്യൻ ആരാണെന്നും അവനെ എങ്ങനെ വിലമതിക്കണമെന്നും നമുക്കറിയുന്നത്. പക്ഷെ നമ്മളിൽ ആരും എന്ത് ചെയ്യത്തില്ല, ഒരാളുടെ റൈറ്റിന് വേണ്ടി നിൽക്കാറില്ല. എന്താ കാരണം? എന്താ കാരണം? നമ്മൾ പറയുന്ന രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അങ്ങനെ പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയമായി പോകും. മറ്റൊന്ന്, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടേണ്ടി വരും. അത് അപ്പോൾ ഞാൻ ഏതായാലും അതെനിക്ക് ആകണം എന്ന് പറയാനായിട്ടല്ല കേട്ടോ. എനിക്ക് ഹ്യൂമൻ റൈറ്റ്സിൽ വലിയ പരിപാടിയൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത്, ശരിക്കും പറഞ്ഞാൽ ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി വാദിക്കേണ്ടവർ നമ്മളാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് മാറി നിൽക്കുക. കാരണം മനുഷ്യനെ ഇത്ര ശരിക്കും അറിഞ്ഞ നമ്മൾ മനുഷ്യന് പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് തീരുന്നുണ്ടെങ്കിൽ നമ്മുടെ തൊട്ടയൽവാസിയായി ജീവിക്കുന്ന ആൾക്കാരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നമായിട്ട് തീരും. ആ പ്രശ്നം നമ്മുടെ പ്രശ്നമാകത്തതിൻ്റെ കാരണം എന്തെന്നറിയാമോ? അവൻ വേറെ ഏതോ ലോകത്തിൽ നിന്ന് വന്ന ഏതോ ഒരു സാധനം, ഞാൻ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ. ഈ ഒരു ചിന്താഗതിയാണ് പലപ്പോഴും നമുക്ക് മറ്റുള്ളവരുടെ ചിന്തയെക്കുറിച്ച്, മറ്റുള്ളവരെക്കുറിച്ച് ഭാരമില്ലാത്തവരാക്കി നമ്മളെ മാറ്റുന്നത്. അത് മാറാനായിട്ട് ഇടയാകട്ടെ. ഏതായാലും ഇതിലേക്ക് വരിക. എന്താണ് ചായയെക്കുറിച്ചുള്ള ഏറ്റവും ആദ്യത്തെ വീക്ഷണം റോമൻ കത്തോലിക്ക വീക്ഷണമാണ്. ഇവർ രണ്ട് വ്യത്യസ്തമായ കാര്യമായിട്ടാണ് പറയുന്നത്. ചായ എന്നുള്ള വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ സാദൃശ്യം എന്നുള്ള വ്യത്യാസമുണ്ട്, ചായ എന്നുള്ള വ്യത്യാസമുണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ശരിക്കും ദൈവത്തെ പോലെ ആകണമെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളുടെ കൂദാശകളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിൻ്റെ ചായയിലേക്ക് തിരിച്ചു വരാൻ പറ്റും. തെറ്റായ ചിന്താഗതി. ഞാൻ വളരെ പെട്ടെന്ന് പോവാം. രണ്ടാമത്തത്, രണ്ടാമത്തത് മോർമോൺസ് കേട്ടിട്ടുണ്ടോ? മോർമോണിസം അമേരിക്കയിലുണ്ട്. ഇവിടെ അതിൻ്റെ ചില വ്യത്യസ്ത രൂപങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മോർമോണുകാർ എന്താ പറയുന്നത്? അവർ പറയുന്നത് ദൈവം ശരീരമുള്ളവനാണെന്ന് അവർ വിശ്വസിക്കുന്നതുകൊണ്ട് ഈ പറഞ്ഞ ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്താണ്? നമ്മുടെ ശരീരമാണെന്ന് അവർ പറയുന്നു. അതും തെറ്റായ ചിന്താഗതിയാണ്. കാരണം നമുക്കറിയാം, വേദപുസ്തകം വളരെ കൃത്യമായിട്ട് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ദൈവം ആത്മാവാകുന്നു. അവിടെ എന്തിനാ കർത്താവ് പറഞ്ഞത് ദൈവം ആത്മാവാകുന്നു എന്ന്? എന്തിനാ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ദൈവം ആത്മാവാകുന്നു എന്ന് പറഞ്ഞേ? എന്തായിരുന്നു അവിടുത്തെ ശരിക്കുള്ള പ്രശ്നം? ശമരിയ സ്ത്രീ വന്ന് പറയുക, ഞങ്ങൾ ആരാധിക്കുന്നത് ഈ മലയിൽ, നിങ്ങൾ പറയുന്നു ആരാധിക്കേണ്ടത് ആ മലയിലാണ്. അപ്പൊ ദൈവത്തെ എന്ത് ചെയ്യുക? ദൈവത്തെ ഒരു സ്ഥലത്തേക്ക് പരിമിതപ്പെടുത്തുക. അപ്പൊ കർത്താവ് പറയുകയാണ്, ദൈവം ആരാണ്? ദൈവം ആത്മാവാണ്. ദൈവം ഇവിടെ വസിക്കുന്നവനോ അവിടെ വസിക്കുന്നവനോ അല്ല, മറിച്ച് ദൈവം ആത്മാവാണ്.
ആത്മാവാകുന്ന ദൈവത്തെ എന്ത് ചെയ്യണം? ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. അതാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത്. അപ്പോൾ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തെ അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഛായ എന്നും ദൈവത്തിൻ്റെ സ്വരൂപം എന്നും പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ശരീരം അതിൽ പെടുന്നുണ്ടോ? ഞാൻ അതിലേക്കാ വരുന്നത് ഞാൻ അതിലേക്കാണ് വരുന്നത് ഇപ്പം. കാരണം ഞാൻ അതാ ചോദിച്ചത്, ശരീരം ഇതിൽ പെടുന്നുണ്ടോ? ശരീരം അല്ല ദൈവത്തിൻ്റെ പ്രതിമയോ ഛായയോ, പക്ഷേ ശരീരം ഇതിൽ പെടുന്നുണ്ടോ? നമുക്കൊന്ന് വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം. അതെ, കൊലോസ്യ ലേഖനം 3-ാമത്തെ അധ്യായം, അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. അല്ല, കൊലോസ്യ ലേഖനം 3-ാം അധ്യായം. കൊലോസ്യർ 3-ന്റെ 9-ഉം 10-ഉം. ഓക്കെ, ശരിയാ. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് കൂടെ ഉരിഞ്ഞു കളഞ്ഞു, തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ഓക്കെ, അപ്പോൾ അവിടെ ആരെ ധരിക്കാനാ പറഞ്ഞേക്കുന്നത്? അപ്പൊ പുതിയ മനുഷ്യനെ ധരിക്കുന്നുവല്ലോ എന്ന് പറയുന്നുണ്ടല്ലേ. ആരാ? എങ്ങനെയുള്ളവനാ? അത് പറയാണ്, തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം. അപ്പൊ ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? നമുക്ക് ഒന്നും കൂടി വായിക്കാം. കൊലോസ്യർ 2-ന്റെ 10, 2-ന്റെ 9-ഉം 10-ഉം. ദേഹരൂപമായി വസിക്കുന്നത്. അപ്പൊ ദൈവത്തിൻ്റെ ഛായ എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നത് ആരാണ്? യേശുക്രിസ്തുവാ. യേശുക്രിസ്തു ശരീരം എടുത്തോണ്ടാണ് വന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ശരീരം അതിൻ്റെ ഭാഗമല്ല എങ്കിലും കർത്താവിൻ്റെ ശരീരം വെച്ചാണ് യഥാർത്ഥത്തിൽ മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കർത്താവ് എടുക്കാൻ പോകുന്ന ശരീരത്തെ മുൻനിർത്തിക്കൊണ്ടാണ് മനുഷ്യനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. എഫേസ്യർ 4 അവിടെ നമുക്ക് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാനും ദൈവ അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ധരിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നമ്മൾ അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ യേശുക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ള ആശയമാണ് വീണ്ടും അവിടെയും നമുക്ക് നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു വന്ന ആശയം അല്ലേ, അതിലേക്ക് തന്നെയാണ് നമ്മൾ വരുന്നത്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവിനെ പോലെ ആകാൻ, ഞാൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ പോലെ ആകാനാണ്. പക്ഷേ മനുഷ്യന് വീഴ്ച സംഭവിച്ചതുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ മാറിപ്പോയത്. പക്ഷേ മനുഷ്യൻ തിരിച്ച് യേശുക്രിസ്തുവിനെ പോലെ ആകണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്നലെ പറഞ്ഞു, ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യമല്ല, പിന്നെ ഇപ്പോഴേ സംഭവിക്കേണ്ട കാര്യമാണ്. കാരണം എന്താണെന്നറിയാമോ? യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 3-ാമത്തെ വാക്യം. അതിന്റെ 2, 3 വാക്യം വായിക്കാം. ദൈവമക്കളാകുന്നു എന്ന് നാം അറിയുന്നുവല്ലോ, പിന്നെ നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല, പിന്നെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആകൊണ്ട് അവനോട് സദൃശന്മാരായി ആകുമെന്ന് അറിയുന്നുവല്ലോ. ഓക്കെ, അടുത്ത വാക്യം. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അങ്ങനെ അറിയുന്നത് കൊണ്ട് അവനിൽ ഈ പ്രത്യാശ ഉള്ളവനൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കുന്നു. അപ്പൊ എന്ത് സംഭവിക്കണം? പ്രത്യാശയുണ്ടോ? യേശു കർത്താവിൻ്റെ
ശരീരത്തെ കൂട്ടുള്ള ഒരു ശരീരം എനിക്കും കിട്ടാൻ പോകുന്നുണ്ടെന്ന് പ്രത്യാശയുണ്ടോ? നല്ല കാര്യം. പക്ഷെ ആ പ്രത്യാശ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവനെപ്പോലെ നിർമ്മലനാകാനും പറ്റണം. അല്ലെങ്കിൽ ആ പ്രത്യാശയ്ക്ക് യാതൊരു വിധമായ വിലയും ഇല്ല. പ്രത്യാശയുള്ളവൻ അവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെത്താൻ, അവിടെ വാക്ക് വളരെ പ്രത്യേകമാ, തന്നെത്താൻ വിശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ശക്തിയില്ലാതെ സാധിക്കത്തില്ല, പക്ഷെ ദൈവത്തിന് ശക്തിയോടുകൂടെ തന്നെത്താൻ വിശുദ്ധീകരിക്കുന്നവനാ. അപ്പോ കർത്താവിൻ്റെ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചപ്പോൾ യേശു കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചത്. യേശു കർത്താവിനെ പോലെ ആകാനാ ദൈവം നമ്മെ സൃഷ്ടിച്ചത്. അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മെ സംബന്ധിച്ചോളം ആ സ്വരൂപത്തോട് അനുരൂപരാകുന്ന പ്രവൃത്തി തീർച്ചയായിട്ടും നമ്മളിൽ നിന്ന് ഉണ്ടാകണം. ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, ഇന്നലേക്കാൾ ഇന്ന് ഞാൻ കർത്താവിനെ പോലെ ആയെന്ന് പറയാൻ എത്രമാത്രം നമുക്ക് പറ്റും? ഇന്നലത്തേക്കാളും കുറച്ചും കൂടിയും ഞാൻ കർത്താവിനോട് സാദൃശ്യനായി തീർന്നു എന്ന് പറയാൻ എത്ര പേർക്ക് ഇന്ന് കഴിയും? മോശയെക്കുറിച്ച് പറയുന്നുണ്ട്. മോശ പർവ്വതത്തിൽ പോയി, താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ മുഖം ദൈവദൂതനെ പോലെ പ്രകാശിച്ചു. എന്നിട്ട് അടുത്ത് നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, അവൻ വന്നപ്പോൾ എന്ത് ചെയ്തു? മുഖമൊക്കെ ഒന്ന് മൂടി. ഈ മുഖം മൂടി മാറ്റിയിട്ട് ഇസ്രായേൽ ജനത്തെ കാണാനായിട്ട് പറ്റുന്നില്ല. കാരണം അത്രമാത്രം പ്രകാശമാണ്. തൊട്ടടുത്ത് പറയാം, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 3:18. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. എങ്ങനെയാ ഇത് സംഭവിക്കുന്നത്? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നു. എങ്ങനെയാ സംഭവിക്കുന്നത്? ഇത് സംഭവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? പറഞ്ഞോ? ഇല്ല, തെറ്റ് ശരിയൊന്നും കുഴപ്പമില്ല, നമ്മൾ പറഞ്ഞോ. 3-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് കർത്താവിൻ്റെ പ്രതിമയോട് നമ്മൾ മാറുന്നത്? ഓക്കെ, അവിടെ ഒരു വാക്കുണ്ടല്ലേ, കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് എന്ത് ചെയ്യും? അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ആണോ? പെടുന്നു നടക്കുന്ന കാര്യമാണ് അല്ലേ? ഇറ്റ്സ് എ പ്രോസസ്, ഇറ്റ് മസ്റ്റ് ഹാപ്പൻ നൗ. അത് നടക്കേണ്ട കാര്യമാണ്, അനുദിനം നടക്കേണ്ട കാര്യമാണ്, ഇപ്പോൾ നടക്കേണ്ട കാര്യമാണ്. കാരണം അതൊരു പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസിലാണ് തന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംഭവിക്കുന്ന, തുടർമാനമായി സംഭവിക്കുന്ന കൽപ്പനയായിട്ടും കൂടിയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ചെയ്യണം, എന്ത് ചെയ്യണം? അവനെ നോക്കുന്നതാണ് അവനെ പോലെ ആകാനുള്ള വഴി. അവനെ നോക്കാത്തവന് അവനെ പോലെ ആകാൻ പറ്റത്തില്ല. മോശയ്ക്ക് മരുഭൂമിയിൽ അവനെ കാണണമെങ്കിൽ അവിടെ ചെന്ന് നിന്നിട്ട് അവനോട് ദർശിച്ച് അവനോട് സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാ അവൻ്റെ മുഖം പ്രകാശിച്ചതെങ്കിൽ നമ്മെ സംബന്ധിച്ചോളം മാറ്റമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം സമ്മതിക്കണം. എന്നെ സമ്മതിക്കണേന്നറിയാമോ? കർത്താവേ, കുറേ മുഖം മൂടി ധരിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ നടക്കുന്നത്. എൻ്റെ മുഖം മൂടിയൊക്കെ ഒന്ന് അഴിച്ചു കളയാനുള്ള ഒരു ശക്തി നീ എനിക്ക് തരണം.
അങ്ങനെ നീ തരുമ്പോൾ നിന്റെ ഛായ, നിന്റെ പ്രതിമ, നിന്റെ പുത്രന്റെ രൂപം അത് എന്നിലൂടെ പ്രകാശിക്കും. അത് തേജസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് തേജസ് ഉള്ളതായി ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. ഞാനിങ്ങനെ ചോദിക്കട്ടെ, എപ്പോഴാണ് അവസാനമായിട്ട് കർത്താവിൻ്റെ സന്നിധി ഇരുന്നിട്ട്, കർത്താവേ എൻ്റെ മുഖം മൂടി ഒന്ന് അഴിച്ചു വെക്കാൻ പറ്റിയെങ്കിൽ? സഭയിൽ വരുമ്പോൾ എനിക്കറിയാം നമുക്കൊക്കെ മുഖംമൂടിയുണ്ട്. എന്താ മുഖംമൂടി എന്നറിയാമോ? നമുക്കറിയാം ആരെ കാണുമ്പോൾ എന്ത് പറയണമെന്ന്, അല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ ഞാൻ നിങ്ങളോട് വന്ന് സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? എന്നെപ്പോലത്തെ ഭക്തൻ, എന്നെപ്പോലെ കർത്താവിനെ സ്നേഹിക്കുന്നവൻ, എന്നെപ്പോലെ കർത്താവിനെ ബഹുമാനിക്കുന്നവൻ. പക്ഷേ അന്തരങ്ങളെ ശോധന ചെയ്യുന്ന കർത്താവിനറിയാം യഥാർത്ഥത്തിൽ എത്ര വലിയ ഭീകരനാണ് ഞാനെന്ന്, അല്ലേ? പക്ഷെ സഭയിൽ വരുമ്പോൾ നമുക്ക് മുഖംമൂടിയുണ്ട്. ഈ മുഖംമൂടി ഒന്ന് അഴിച്ചു വെക്കാതെ കർത്താവിൻ്റെ സാദൃശ്യത്തോട് അനുരൂപരാകാമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ വെറുതെ നടക്കത്തില്ല. അപ്പൊ എന്തായാലും കർത്താവിൻ്റെ ഛായ എന്താ? നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ചിലർ പറയുന്ന ഒരു കാര്യമുണ്ട്, സാരാംശ അധിഷ്ഠിത വീക്ഷണം എന്ന് പറഞ്ഞാൽ ഭൗതിക ശരീരം, യുക്തി, ചിന്താശേഷി എന്നിങ്ങനെ മനുഷ്യപ്രകൃതിയിൽ അന്തർലീനമായ നിശ്ചിത സ്വഭാവങ്ങളാണ് ദൈവഛായ എന്ന് ഈ വീക്ഷണം കരുതുന്നു. അതായത് ചിന്തിക്കാൻ കഴിവുണ്ടായി, അതാണ് ദൈവഛായ. ഇത് തെറ്റാ. ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ ദൈവഛായ ഉള്ളൂ? ആണോ? അല്ല, ചിന്തിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രം ദൈവഛായയോ? അങ്ങനെയാണ് നമ്മൾ പറയുന്നത് ചിന്തിക്കാൻ കഴിയാത്ത പലരും അവർ ദൈവഛായയിൽ സൃഷ്ടിക്കപ്പെട്ടവരല്ല എന്നാണ് പറയുന്നത്. അത് തെറ്റായ ഒരു ആശയം. ആ ആശയം ശരിയല്ല. ഓക്കെ, ഞാൻ അതിന് മുന്നോട്ട് പോവുകയാണ്. ഇനിയും അടുത്തത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അങ്ങനെ വന്നാൽ മാനസിക വളർച്ചയില്ലാത്തവർക്കോ ബുദ്ധിമാന്യമുള്ളവർക്കോ ദൈവഛായ ഇല്ലെന്നോ കുറവാണെന്നോ നമ്മൾ പറയേണ്ടി വരും. അതൊരിക്കലും വേദപുസ്തകം പറയുന്ന കാര്യമല്ല. ഇനിയും അടുത്തത് ബന്ധാധിഷ്ഠിത വീക്ഷണം. അതായത് നമുക്ക് തമ്മിലുള്ള ബന്ധം, ദൈവവുമായിട്ടുള്ള നമുക്ക് ബന്ധമുണ്ട്, അതുപോലെ തന്നെ മനുഷ്യനുമായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് ആ ബന്ധമാണ് ദൈവഛായ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതും ശരിയല്ല. അതൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും അത് മാത്രമല്ല അതിനകത്ത് പെടുന്നത്. അപ്പോൾ ബൈബിൾ എന്താ അതിനെക്കുറിച്ച് പറയുന്നത്? ബൈബിൾ അധിഷ്ഠിതമായ കാര്യം, മനുഷ്യനിലെ ദൈവഛായ എന്നുള്ളത് ആദ്യ സൃഷ്ടിയിൽ അവനുണ്ടായിരുന്ന ആത്മീയവും ധാർമ്മികവുമായ പൂർണ്ണതയെ സൂചിപ്പിക്കുന്നു. എന്തൊക്കെയുണ്ട്? ആത്മീയമുണ്ട്, ധാർമ്മികതയുണ്ട്. അതിൻ്റെ ഫുൾ കാര്യങ്ങളാണ് അതിനകത്ത് ഉള്ളത്. എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വരും? ചിന്താശക്തി വരും, എല്ലാ കാര്യങ്ങളും, ധാർമ്മികമായ എല്ലാ കാര്യങ്ങളും വരും. അതുപോലെ തന്നെ എന്ത് വരും? ആത്മീയമായ കാര്യങ്ങളും വരും. പെർഫെക്റ്റ് മാൻ. നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ 1-ാം അധ്യായം വായിക്കുമ്പോൾ മനുഷ്യനോട് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്, നീ ഭൂമിയിൽ വാഴും, അല്ലേ? ദൈവം ഉണ്ടാക്കിയ സകലത്തെയും വാഴേണ്ടതിന് എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവം മനുഷ്യനെ അവൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഉണ്ടാക്കിയിട്ട് ദൈവം മനുഷ്യനോട് പറയാൻ പോകുന്നത്, ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന മത്സ്യത്തിന്മേലും മൃഗങ്ങളിന്മേലും സസ്യങ്ങളിന്മേലും നീ വാഴണം. അതാണ് ദൈവം മനുഷ്യനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിച്ചതിൻ്റെ ഒരു കാരണം, അവിടെ ഒരു ഫങ്ഷണൽ കാര്യമുണ്ട്. അതെന്താണ്? മനുഷ്യൻ ദൈവം വെച്ചിരിക്കുന്ന കാര്യങ്ങളെ എന്ത് ചെയ്യണം? അതിനെ ഭരിക്കുന്നവനാകണം. എന്ന് പറഞ്ഞാൽ മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ സ്റ്റീവാർഡായിട്ടാണ്. മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ സ്റ്റീവാർഡ്സ് ആയിട്ടാണ്, കാവൽക്കാരനായിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി അടുത്തൊരു കാര്യം കൂടി പറയാം. എൻവറോൺമെൻറ്റിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത് ആരാ? വിശ്വാസികളാണ്. പക്ഷെ ഏറ്റവും കുറച്ച് ചിന്തിക്കുന്ന ആരാ?
വിശ്വാസികളാണ്. അല്ലേ? എക്കോളജിക്കൽ ബാലൻസിനെ കുറിച്ച് അധികം സംസാരിക്കേണ്ടത് വിശ്വാസികളാണ്. പക്ഷെ ഏറ്റവും കുറവെന്ന് സംസാരിക്കുന്ന ആരാ? വിശ്വാസികൾ. കാരണം നമുക്കറിയാം ദൈവം മനുഷ്യനെയാണ് എന്താക്കിയിരിക്കുന്നത്? മൃഗത്തിന്മേൽ വാഴാനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ സിസ്റ്റം മാറിയിരിക്കുക. മൃഗത്തെ കൊന്നാൽ പ്രശ്നമാണ്, മനുഷ്യനെ കൊന്നാൽ പ്രശ്നമില്ല. അല്ലേ? എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ആശയം ഇതാണ്: എക്കോളജിക്കൽ ബാലൻസും തെറ്റി, എൻവറോൺമെൻറ്റൽ സയൻസും തെറ്റി, ഹ്യൂമൻ സയൻസും തെറ്റിപ്പോയി. എവിടെയാണ് പ്രശ്നം വന്നിരിക്കുന്നത്? വിശ്വാസികളായ നമ്മൾ അത് പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കാൻ പറ്റാത്തവരായി മാറി എന്നുള്ളതാണ്. നമ്മൾ സ്റ്റീവാർഡ്സ് ആണെങ്കിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലം നമ്മുടെ ഓണർഷിപ്പിൽ അല്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, യു ആർ സ്ട്രേഞ്ചേഴ്സ്, പരദേശികളാണ്. അല്ലേ? പാർക്കുന്നവരാ, പക്ഷേ പിൽഗ്രീംസാ, ഇവിടെ വന്ന് പാർക്കുന്നവരാ, ഇത് വിട്ടു പോകേണ്ടവരാ. പക്ഷെ നമുക്ക് എത്രമാത്രം ഇതിനോടുള്ളതായ ചിന്താഗതിയുണ്ട്? ഞാൻ ഇന്ന് രാവിലെ പ്രിയ കുഞ്ഞുങ്ങൾ ചോദിച്ചപ്പോൾ ഒരു ചോദ്യത്തിന് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഉത്തരം പറയുമായിരുന്നു: നമ്മളെ ആരും നമ്മുടെ റിസോഴ്സുകളുടെ ഓണറായിട്ടല്ല ദൈവം ഇവിടെ ആക്കിയിരിക്കുന്നത്. എനിക്ക് ദൈവം സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ സമ്പത്ത് ദൈവം തന്നതിൻ്റെ കാരണം ദൈവം അതിനെ മാനേജ് ചെയ്യാൻ എനിക്ക് കഴിയും എന്ന ബോധ്യത്തോടു കൂടെ തന്നതാണ്. വിശ്വസ്തദാസനായി, അതെ, സ്റ്റീവാർഡായിട്ട്, വിശ്വസ്തദാസനായി, വിശ്വസ്ത സ്റ്റീവാർഡായി, വിശ്വസ്ത കാര്യവിചാരകനായി അതിനെ കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം മുഴുവനും എൻ്റേതും നിങ്ങളുടേതുമാണ്. ദൈവം എനിക്ക് 100 രൂപ തരുമ്പോൾ ആ 100 രൂപയിൽ 10 രൂപ ദൈവത്തിന് കൊടുക്കാനല്ല ദൈവം പറയുന്നത്. ആ 100 രൂപയിൽ കർത്താവെ ഞാൻ എത്ര രൂപ എനിക്ക് വേണ്ടി എടുക്കാം എന്ന് ചോദിക്കാനാണ് കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ ആശയം 100 രൂപയിൽ 10 രൂപ കർത്താവിന് കൊടുക്കാനല്ല. കർത്താവിന് നമ്മുടെ, ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്ന തെറ്റിദ്ധരിക്കരുത്, നക്കാപ്പിച്ച ദൈവത്തിന് വേണ്ട. ദൈവം നമ്മുടെ പിച്ചയ്ക്ക് വേണ്ടിയല്ല നിൽക്കുന്നത്. ദൈവത്തിന് കൊടുക്കുകയാണെങ്കിൽ മുഴുവനും കൊടുത്തിട്ട് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ ശമ്പളം കിട്ടുമ്പോൾ കർത്താവേ ഇതാ ഈ പ്രാവശ്യത്തെ ശമ്പളം, ഇതിൽ എങ്ങനെ ഞാൻ കാര്യങ്ങൾ ചെയ്യേണ്ടത് കർത്താവ് പറഞ്ഞ. ഞാനൊരു കാര്യം പറയട്ടെ, കൊടുക്കുന്നത് ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതല്ല, പക്ഷേ എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതല്ല പ്രാധാന്യം. എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, കർത്താവ് പറഞ്ഞിട്ട് കൊടുത്താൽ അതിൽ കർത്താവിൻ്റെ നാമം മഹത്വപ്പെടും. കർത്താവ് പറയാതെ കൊടുത്താൽ നിങ്ങളുടെ പേര് വലുതാകും. പക്ഷേ കർത്താവിൻ്റെ നാമത്തിന് ഒരു പ്രത്യേകതയും ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു മഹത്വം ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് വേദപുസ്തകം പഠിപ്പിക്കുന്നത് വി ആർ സ്റ്റീവാർഡ്സ് ഓഫ് ഗോഡ്സ് ഗ്രേറ്റർ ഡിസൈൻ ഓഫ് യൂണിവേഴ്സ്. കാര്യവിചാരകന്മാർ, സൂക്ഷ്മതയോടെ കർത്താവ് തന്ന കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടവരാണ്. ഇപ്പോൾ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്താ ബൈബിൾ പറയുന്നത്? ബൈബിൾ പറയാനായിട്ട് പോകുന്നത്, നമ്മൾക്ക് എല്ലാ രീതിയിലും ഏതൊക്കെ കാര്യങ്ങളുണ്ട്? ബന്ധങ്ങളുണ്ട്, ചിന്താശക്തിയുണ്ട്, എല്ലാ കാര്യങ്ങളും അടങ്ങുന്നതാണ് എന്ത്? ദൈവത്തിൻ്റെ ഛായ. ഒരിക്കലും ദൈവത്തിൻ്റെ ഛായയെ ഒരു കാര്യത്തിൽ മാത്രം പരിമിതപ്പെടുത്താൻ പറ്റില്ല. അച്ഛാ, ഞാൻ ഉത്തരം പറഞ്ഞോ? ഇന്നലെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ചോദിച്ചാ ഉത്തരം കിട്ടിയോ? ഓക്കെ, ഞാൻ മുന്നോട്ട് പോവുക. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഞാനിത് പറഞ്ഞു പോയതാണ്, അതുകൊണ്ട് ഞാൻ ഇനി അതിലേക്ക് തിരിച്ചു വരുന്നില്ല. പ്രായോഗിക തലങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. വീഴ്ചയ്ക്ക് ശേഷം നമ്മുടെ ചായക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? ദൈവചായക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷം ദൈവചായക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? മനുഷ്യനിൽ ദൈവത്തിന്റെ ഛായയ്ക്ക് എന്തെങ്കിലും മാറ്റം വന്നോ? മാറ്റമില്ല. എന്താണ്? തേജസ് നഷ്ടപ്പെട്ടു. എന്താ തേജസ് എന്ന് പറഞ്ഞാൽ?
തേജസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വാക്ക് എപ്പോഴും കേൾക്കുന്ന എന്താ ഈ തേജസ് എന്ന് പറഞ്ഞാൽ? ഞാൻ വീണ്ടും ചോദിക്കും, മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? ഈ രണ്ട് വാക്ക് നമ്മൾ മാറി മാറി ഉപയോഗിക്കുന്ന മഹത്വം, തേജസ്. എന്താ ഇതിൻ്റെ അർത്ഥം? പ്രകാശം ആണോ? അതിന് ഗ്ലോറി എന്നാ പറഞ്ഞേക്കുന്നത്. അല്ല, സെയിം വാക്കാ, ഗ്ലോറി എന്നാ കൊടുത്തിരിക്കുന്നത്. എന്താ ഈ ഗ്ലോറി എന്ന് പറഞ്ഞ? തേജസ് നമുക്കറിയാം, ആ വാക്ക് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള. നമ്മൾ പറയാറുണ്ട്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഈ മഹത്വം എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥ രൂപം. ഓക്കെ, മഹത്വം യഥാർത്ഥ രൂപം. തേജസ്, അപ്പൊ തേജസ്സിന്റെ കാര്യം പറഞ്ഞേ, യഥാർത്ഥ രൂപം. അപ്പൊ മഹത്വം. ഒരു കാര്യം, നിങ്ങൾ പാപമില്ലാത്ത അവസ്ഥയാണ് തേജസ്. അപ്പൊ പാപം വന്നു കഴിഞ്ഞപ്പോൾ തേജസ് നഷ്ടപ്പെട്ടു. അപ്പൊ എന്താ തേജസ്? അപ്പോഴും തേജസ് ശരിയായില്ല, അപ്പോഴും നമ്മുടെ ഡെഫിനേഷൻ ശരിയല്ല. അപ്പൊ നമ്മൾ പറയുന്നത് പാപമില്ലാത്ത അവസ്ഥയെ തേജസ് എന്ന് വിളിക്കാം. അപ്പൊ പാപം വന്നു കഴിഞ്ഞപ്പോൾ തേജസ് നഷ്ടപ്പെട്ടു. അപ്പൊ തേജസ് എന്താ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞതിന് ആശയത്രേ ഉള്ളൂ. ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവത്വം അതിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒരു കാര്യം അതിൽ നിന്ന് നഷ്ടപ്പെട്ടു, അല്ലേ? ദൈവിക സ്വഭാവം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തേജസ് എന്ന വാക്ക് നമ്മൾ എവിടെയൊക്കെ കണ്ടാലും ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആ തേജസിന്റെ കൂടെ ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും നമ്മൾ കാണുന്നുണ്ട്, ആട്രിബ്യൂട്ട്സ് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവത്തെ പറഞ്ഞിട്ടാണ് ദൈവത്തിന്റെ മഹത്വം എന്നൊരു കാര്യം അവിടെ പറയുന്നത്, ദൈവത്തിന്റെ തേജസ് എന്നൊരു വാക്ക് അവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവം ആരാണോ അതിനെ എങ്ങനെ പ്രകീർത്തിക്കാൻ കഴിയുമോ അതിനെയാണ് മഹത്വം എന്നും തേജസ്സും എന്നും പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും ഒരു പഠനം നടത്തിയാൽ മതി. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മനുഷ്യനിൽ ദൈവ തേജസ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ദൈവം അവനിൽ കൊടുത്തതായ ദൈവിക സ്വഭാവങ്ങൾ, ദൈവത്തോടുള്ളതായ ചിന്താഗതികൾ അത് അവനിൽ നഷ്ടപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം. ഡിവൈൻ ആട്രിബ്യൂട്ട്സ് എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ്. ഒരു മോറൽ ആട്രിബ്യൂട്ട്സ്, മോർ ഓഫ് എ മോറൽ ആട്രിബ്യൂട്ട്സ്. മോറലി ആട്രിബ്യൂട്ട്സ് ആർ ലെഫ്റ്റ്. ഓക്കെ, അത് ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നപ്പോൾ അതിൽ നിന്ന് മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റോമലേഖനം 3-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മുടെ നാവ് പ്രശ്നമാണ്, നമ്മുടെ തൊണ്ട പ്രശ്നമാണ്, അല്ലേ? നമ്മുടെ ഹൃദയം പ്രശ്നമാണ്, നമ്മുടെ മനസ്സ് പ്രശ്നമാണ്. അൾട്ടിമേറ്റ്ലി പ്രശ്നമില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും മനുഷ്യൻ മാറിക്കഴിഞ്ഞപ്പോൾ അവൻ മുഴുവനുമായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്തവനായി അവൻ മാറി. അതുകൊണ്ട് റോമലേഖനം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനില്ല, പിന്നെ നീതിമാനില്ല, ഒരുത്തൻ പോലും ഇല്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെതായ സ്വഭാവ സവിശേഷതകൾ അവനിൽ നിന്ന് മാറിപ്പോയി. അതുകൊണ്ടാണ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മനുഷ്യൻ മനസ്സ് കാണിക്കാത്തത്. ഇനി ഞാൻ ഇങ്ങനെ ചോദിക്കട്ടെ, അങ്ങനെ കിടന്ന എന്നെയും നിങ്ങളെയും, എങ്ങനെ കിടന്ന എന്നെയും നിങ്ങളെയും, ദൈവത്തെ ആരാണെന്ന് പോലും ഒന്ന് തിരിച്ചറിയാൻ ചിന്തിക്കാത്ത എന്നെയും നിങ്ങളെയും ദൈവത്തിൻ്റെ മക്കളാക്കി എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞു, ദൈവം പറഞ്ഞു വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ നിമിഷം വെളിച്ചം ഉണ്ടായി. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ കർത്താവിനെ കുറിച്ച് അറിഞ്ഞ ആൾക്കാരെ കുറിച്ച് പറയുമ്പോൾ, സഹോദരൻ ഏത് ഭാഗത്തു നിന്നാണ് വന്നേ? അയ്യോ, ഞാൻ ബ്രദറൻ സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നതാ. ആണോ? ഓ, അത് ശരി. സഹോദരനോ? ഞാൻ ഒരു
വേറൊരു പശ്ചാത്തലം, ഞാൻ പേര് പറയുന്നില്ല, ഏതായാലും ഇത് യൂട്യൂബിൽ പോകുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. ഏതായാലും പറയാതെ അങ്ങ് പറഞ്ഞേക്കാം എന്തായാലും. അപ്പോൾ ഞാൻ വേറൊരു സമൂഹത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ആർക്കാ സാക്ഷ്യം പറയാൻ അവസരമുള്ളത്? ആർക്കാ? എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്നറിയാമോ? നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ അറിഞ്ഞോ അറിയാതോ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. പുറത്തുനിന്ന് വരുമ്പോൾ മാത്രമേ രക്ഷയുള്ളൂ, നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ രക്ഷയല്ല എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടുമ്പോഴും അവരെ കർത്താവ് എങ്ങനെ രക്ഷിച്ചു എന്ന് കേൾക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. എന്താ കാരണം എന്നറിയാമോ? ഈ കാണുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും അവരും ജീവിക്കുന്നത് ഇതേപോലെയുള്ള ഒരു അന്ധകാരത്തിൽ തന്നെയാണ്. ഈ അന്ധകാരത്തിൽ പ്രകാശം കൊണ്ടുവന്നത് നമ്മുടെ മിടുക്കുകൊണ്ടല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെട്ടു എങ്കിൽ അതിൻ്റെ കാരണം അവര് കർത്താവിനെ അറിയുന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല. കർത്താവിനെ അറിയുന്ന കുടുംബത്തിൽ ജനിച്ച എത്രയോ പേര് കർത്താവിനെ അറിയാത്തവരായി ഇന്നും ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവിനെ അറിയുന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടത്തില്ല. പക്ഷേ കർത്താവ് തന്നെ പ്രകാശിച്ചാലേ ആ കുഞ്ഞ് രക്ഷിക്കപ്പെടത്തുള്ളൂ. ഇരുട്ടിൽ നിന്ന് വെളിച്ചം ശോഭിക്കട്ടെ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ അതേ വെളിച്ചം, അതേ ശക്തിയുള്ള വെളിച്ചം എൻ്റെ ഹൃദയത്തിൽ തുറക്കുമ്പോഴാണ് ഞാൻ കർത്താവിനെ അറിയുന്നവനായി തീരുന്നത്. അതുകൊണ്ട് ഏതൊരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോഴും അതിനെ ഒരുപോലെ കാണാനും അതിൽ സന്തോഷിക്കാനും എനിക്കും നിങ്ങൾക്കും ഇടയാകണം. കാരണം നമ്മളെല്ലാവരും ഈക്വലി സിന്നേഴ്സാണ്. പിന്നെ കർത്താവ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. പിന്നെ നമ്മൾ കാണുന്നുണ്ട്, നീതിമാൻ ആരുമില്ല, ഒരുത്തം പോലുമില്ല, എല്ലാവരും വഴിതെറ്റി കൊള്ളരുതാത്തവരായി തീർന്നു എന്ന് പറഞ്ഞാൽ, ഞാനിങ്ങനെ പറയാം, തീഹാറി ജയിലിൽ കിടക്കുന്ന ഒരാളും ഞാനും തമ്മിൽ ഒരു വ്യത്യാസമില്ല. തീഹാർ ജയിലിൽ കിടക്കുന്നവൻ അവിടെ കിടക്കുന്നതിൻ്റെ കാരണം അവന് സാഹചര്യം കിട്ടി, അവനത് ചെയ്തു. എനിക്ക് സാഹചര്യം കിട്ടിയില്ല, ഞാനത് ചെയ്തില്ല. അത്ര മാത്രം വ്യത്യാസമുള്ളൂ. ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു കാര്യം വരാത്തത് കൊണ്ട് ഞാൻ ഇപ്പോഴും വലിയ നല്ല പുള്ളിയായിട്ട് നടക്കുക. അത്രേ ഉള്ളൂ വ്യത്യാസം. ഭാവി തന്നെയാണ്. ഒരു വ്യത്യാസവും ദൈവസന്നിധിയില്ല. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ ആരാകട്ടെ കർത്താവിനെ അറിയുന്ന ഒരു സമയം വന്നു കഴിഞ്ഞാൽ അവരുടെ രക്ഷയെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാനും അവരെക്കുറിച്ച് പറയാനും നമ്മളും മടിക്കരുത് എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുക. കാരണം ഞാനിത് പലതും കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. പല സ്ഥലങ്ങളിലും ഞാനിത് കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പരാതിയായിട്ട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കുഞ്ഞുങ്ങളുടെ ഇടയിലും പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്. അവർ രക്ഷിക്കപ്പെട്ടു വരുമ്പോൾ സാക്ഷ്യം പറയാനായിട്ട് സഭയിൽ സമയം കൊടുക്കുന്നില്ല. കാരണം ഈ കുഞ്ഞുങ്ങളും ഇതേ അന്ധകാരത്തിൽ നിന്നാ രക്ഷിക്കപ്പെട്ടു വരുന്നത്, അത്ഭുത പ്രകാശത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് അവർക്കും നമ്മൾ കൃത്യമായിട്ടുള്ളതായ സമയം കൊടുക്കണം എന്ന് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഴ്ചയ്ക്ക് ശേഷമുള്ള ചായയിൽ മാറ്റം ഒന്നും വന്നില്ല. ഇനി ഞാൻ അടുത്തൊരു കാര്യം ചോദിക്കാൻ പോവാം. ഈ പുരുഷ നേതൃത്വം എപ്പോഴാണ് വന്നേ? നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ഏറ്റവും കൂടുതൽ സംസാര വിഷയമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? മെയിൽ ഡൊമിനിയൻസ് അല്ലേ? പുരുഷ മേധാവിത്വം അല്ലേ? മേധാവിത്വം. ഓക്കെ, മലയാളം പ്രശ്നമാണ്. എന്തായാലും പാപം ചെയ്തതിന് ശേഷം വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? പുരുഷ നേതൃത്വം വന്നത് പാപം ചെയ്തതിന് ശേഷം അല്ല. അപ്പൊ നമുക്കിപ്പോ രണ്ട് ഭാഗമായി. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിൽ എത്ര പേര് സമ്മതിക്കുന്നു ഇത് പാപം ചെയ്തതിന് ശേഷമാ വന്നതെന്ന്? ഒന്ന് കൈ ഉയർത്തൂ, ഒന്ന് കാണാനായിട്ട്.
അതെ, അത് പാപം ചെയ്തതിന് മുമ്പാ. പക്ഷെ അത് ആരോടാ പറഞ്ഞേക്കുന്നേ? ആദാമിനോടും ഹവയോടും അല്ലേ പറഞ്ഞേ? അല്ലേ? രണ്ടുപേരും ഇല്ലേ? അപ്പൊ രണ്ടുപേരും നേതൃത്വം ഉള്ളവരാണോ? അപ്പൊ ആ വാക്യത്തില് പക്ഷെ അല്ല, പക്ഷെ അവിടെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കണം അല്ലേ? അത് കഴിഞ്ഞിട്ടാ പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ നമുക്ക് ആ വാക്യത്തിൽ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഉപായത്താൽ ചതിച്ചു, സ്ത്രീയാണ്. അപ്പോ അതിനകത്ത് എന്താ അവിടെ പറയുന്നത്? എന്താ അച്ഛൻ പറഞ്ഞോ? വരാം. ഓക്കെ, ഞാനിങ്ങനെ പറയട്ടെ. നേതൃത്വം എന്നുള്ളത് വേദപുസ്തക പ്രകാരം പാപം ചെയ്തപ്പോൾ കിട്ടിയതല്ല. പിന്നെ എപ്പോഴുള്ളതാ? പാപത്തിന് മുൻപേ ഉള്ളതാ. നമുക്കറിയാം, പുരുഷനെ ദൈവം സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടാ എന്ത് ചെയ്തത്? ഹവ്വയെ സൃഷ്ടിച്ചത്. പൗലോസ് തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം അവിടെ പഠിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. എന്താ പറയുന്നേ? ഹവ്വയല്ല ആദാമിനെ ദൈവം ആദ്യം സൃഷ്ടിച്ചത്. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അതിനർത്ഥം ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഇങ്ങനെയാണ്. ആര് ഭരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആര് നേതൃത്വം വഹിക്കണം? ഞാൻ ഭരിക്കുക എന്നുള്ള വാക്ക് പിന്നീട് ഞാൻ വരാം. ആര് നേതൃത്വം വഹിക്കണം? നേതൃത്വം വഹിക്കേണ്ടത് ആരാണ്? പുരുഷനാണ്. അപ്പോ ഓക്കെ, ഏത് പുരുഷന്റെയും സ്ഥല പുരുഷനാണ് എന്ന് നമുക്ക് അറിയാം അല്ലെ? ഏത് സ്ത്രീയുടെയും, പുരുഷന്റെ അല്ല, സ്ത്രീയുടെയും. ഓക്കെ, പുരുഷന്റെ തല ക്രിസ്തുവാണ്. അപ്പോ മെയിൽ ഹെഡ്ഷിപ്പ് എന്നുള്ള കാര്യം വേദപുസ്തകം വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ആദ്യം പുരുഷൻ, പിന്നെ സ്ത്രീ എന്നുള്ളതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. എന്ന് പറഞ്ഞാൽ അവനെ ദൈവം ആക്കിയിരിക്കുന്ന എല്ലാ സ്ഥലത്തും എങ്ങനെയാ പോകേണ്ടത്? ആദ്യം പുരുഷൻ, പിന്നെ സ്ത്രീ എന്നുള്ളതായ വ്യവസ്ഥയാണ് ദൈവം വെച്ചിരിക്കുന്നത്. ദൈവം ജോലി കൊടുത്തത് ആർക്കാ? പുരുഷനെ. ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ആദ്യം ഈ പറഞ്ഞ ആദാമിനെ ദൈവം ഉണ്ടാക്കിയിട്ട് ആദ്യം അവന് കൊടുത്തത് ഒരു വീടാ അല്ലേ? വീട് കൊടുത്തതിന് ശേഷം അവനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ഒരു ജോലി തരാം. ജോലി കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഞാൻ നിനക്കൊരു പെണ്ണിനെ തരാം. അതുവരെ ദൈവം അവനെ ഒരു പെണ്ണിനെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ, എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിന്റെ ആശയം ഇതാണ്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലായെന്ന് എനിക്കറിയില്ല. ആദ്യം ദൈവം ആദാമിന് കൊടുത്തത് ഒരു പാർപ്പിടമാണ്, ഏദനെന്ന തോട്ടം. ദൈവം കൊടുത്തത് അവനൊരു ജോലിയാണ്. ആ ജോലി കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതിനെ കാത്തു സൂക്ഷിക്കണം. അപ്പൊ അത് സൂക്ഷിക്കേണ്ട കാര്യം, അതിന് നോക്കി നടത്തേണ്ട കാര്യം ആദാമിന് ദൈവം കൊടുത്തിരിക്കുന്ന കാര്യമാണ്. അത് കഴിഞ്ഞിട്ടാ ദൈവം പറയുന്നത്, നീ ഒറ്റയ്ക്കായിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് നിനക്ക് പറ്റിയതായ ഒരു തുണയെ ഞാൻ നിനക്ക് തരാം. അങ്ങനെയാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ഹവ്വയെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഹവ്വയെ ഉണ്ടാക്കി ദൈവം അവന് കൊടുക്കുമ്പോൾ ആ ഹവ്വയെ സൂക്ഷിക്കേണ്ട, ആ ഹവ്വയെ പരിപാലിക്കേണ്ട എല്ലാ ഉത്തരവാദിത്വം ആർക്കാ കൊടുത്തിരിക്കുന്നത്? ഈ പറയുന്ന ആദാമിനാ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിലൊരു മാറ്റം വരും. ഞാനിവിടെ 2 വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്, മെയിൽ ഹെഡ്ഷിപ്പ്, മെയിൽ ഡൊമീനിയൻ അല്ലെങ്കിൽ ഡൊമിനേഷൻ. ഈ 2 വാക്കുകൾക്കും വ്യത്യാസമുണ്ട്. മെയിൽ ഹെഡ്ഷിപ്പ് ദൈവം കൊടുത്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നേതൃത്വം എന്നുള്ളത് ദൈവം കൊടുത്തിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇത് എങ്ങനെ വന്നതാണെന്നറിയാമോ? പാപം കാരണം വന്നതാ. അപ്പോ നമുക്ക് വീണ്ടും ചോദിക്കാം, പുരുഷ ആധിപത്യമല്ല, പിന്നെയോ പുരുഷ നേതൃത്വമാണ് ദൈവം ശരിക്കും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഒരു ചോദ്യം, സ്ത്രീ പുരുഷന് നൽകേണ്ട കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ള കാര്യം ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയുടെ ഭാഗമാണോ അതോ വീഴ്ചയുടെ ഫലമാണോ?
എന്താണ്? സ്ത്രീ പുരുഷന് നൽകേണ്ട കീഴടക്കം അല്ലെങ്കിൽ കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത് ആദ്യ സൃഷ്ടിയുടെ ഫലമാണോ അതോ വീഴ്ചയുടെ ഫലമാണോ? ആദ്യ സൃഷ്ടിയുടെ പരിപാടിയാ. അത് ഒരിക്കലും എന്തല്ല, ഒരിക്കലും പാപത്തിൻ്റെ ഭാഗം കാരണം വന്നതല്ല. കീഴ്പ്പെട്ടിരിക്കുക എന്നുള്ളത് ദൈവം വെച്ച വ്യവസ്ഥയാണ്. ദൈവം വെച്ച വ്യവസ്ഥയാണെന്ന് മാത്രമല്ല, അത് ദൈവം സ്ത്രീയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. വീഴ്ചയുടെ ഭാഗമായിട്ട് വന്നത് എന്താണെന്ന് നമ്മൾ ഇനിയും ചിന്തിക്കാനായിട്ട് പോവുക. അപ്പോൾ ഒറിജിനൽ ഡിസൈനിൽ ദൈവം വെച്ചിരിക്കുന്ന ഒരു കാര്യം, ആദാമും ഹവ്വയും തമ്മിൽ യാതൊരുവിധമായ സംഘർഷങ്ങളുമില്ലാതെ പരസ്പര പൂരകമായ ബന്ധമാണ് ദൈവം സ്ഥാപിച്ചത്. ആദാം സ്നേഹത്തോടും പരിഗണനയോടും കൂടെയുള്ള നേതൃത്വവും, ഹവ്വ സോമനസ്സാലെ ബുദ്ധിപൂർവം കീഴടങ്ങാനും ദൈവം ഉദ്ദേശിച്ചു. നമുക്കറിയാം, പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാമത്തെ അധ്യായം എഴുതുമ്പോൾ പൗലോസ് ഇങ്ങനെയാണ് പറയാൻ പോകുന്നത്: സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. ഇനി ഒരു ചോദ്യം: പിതാവായ ദൈവത്തിന് പുത്രനായ യേശു ക്രിസ്തു കീഴടങ്ങിയിരിക്കണമെന്ന് പറയുമ്പോൾ അവർ തമ്മിൽ സത്തയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവും ഇല്ല. പിന്നെ എവിടെയാ വ്യത്യാസം? പൊസിഷനിലാണോ അവർക്ക് വ്യത്യാസം വന്നേക്കുന്നത്? ശുശ്രൂഷയിൽ, ഫങ്ഷനിലാണ് വ്യത്യാസം. സാരാംശത്തിലല്ല വ്യത്യാസം. പിന്നെ എവിടെയാ വ്യത്യാസം? ചെയ്യുന്ന പ്രവൃത്തിയിലാണ് വ്യത്യാസം. എന്ന് പറഞ്ഞാൽ പുരുഷനും സ്ത്രീയും ദൈവസന്നിധിയിൽ ഒന്നാണ്, ഒരു മാറ്റവുമില്ല. അവർ തമ്മിൽ ഈക്വലാണ് ദൈവസന്നിധിയിൽ, ഒരു മാറ്റവുമില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീയെ സംബന്ധിച്ചോളം ബുദ്ധിപൂർവം കീഴടങ്ങിയിരിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്ന കാര്യമാണ്. ആദാമിനെ സംബന്ധിച്ചോളം സ്നേഹത്തോടെ പരിഗണനയോടുകൂടെ അവളെ നോക്കുക എന്നുള്ളതും ദൈവം കൊടുത്ത ഉത്തരവാദിത്തമാണ്. പക്ഷേ എന്താ സംഭവിച്ചേ? അപ്പോൾ അധികാര തർക്കമില്ലാത്തൊരു ക്രമമാണ് ദൈവം അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന മാറ്റം വന്നത് പാപത്തിന് ശേഷമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അവർ സത്തപരമായ തുല്യരാണ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? സത്തപരമായിട്ട് യാതൊരു വിധമായ മാറ്റമില്ല. പക്ഷേ വീഴ്ചയുടെ അനന്തരഫലമായിട്ട് സംഭവിച്ചത് ഇവിടെയാണ് വലിയൊരു മാറ്റം വന്നത്. എന്താ മാറ്റം? നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. സ്ത്രീയോട് കൽപ്പിച്ചത് വർദ്ധിപ്പിക്കും, നീ വേദനയോടെ മക്കളെ പ്രസവിക്കും, നിന്റെ ആഗ്രഹം നിന്റെ ഭർത്താവിനോട് ആയിരിക്കും, അവൻ നിന്നെ ഭരിക്കും. ഓക്കെ, ഓക്കെ, നമുക്ക് അതിൻ്റെ കാരണം പറയാം. അച്ഛാ, ഇനി നമ്മൾ അതിൻ്റെ കാര്യത്തിലേക്ക് വരുന്നേ. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, സഹോദരന്മാർക്ക് ഉത്തരം പറയാമല്ലോ അല്ലേ? പറയാമോ? ആണല്ലേ? അപ്പോൾ അവർ പറയാൻ പാടില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ ചോദിക്കുക, പ്രശ്നം ഉണ്ടാക്കി. ഓക്കെ, എൻ്റെ ചോദ്യം ഇതാ: സ്ത്രീയുടെ ആഗ്രഹം പുരുഷനോടായിരിക്കും എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം എന്താ? സഹോദരിമാരോടാ ചോദിക്കട്ടോ. എന്താ സഹോദരിമാരെ അതിൻ്റെ അർത്ഥം? എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? അതൊന്നും പറയുന്നില്ല. അട്രാക്ഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? അല്ലേ? അല്ല. ഞാൻ പറയട്ടെ, ഒന്നുമില്ല. ഓക്കെ, ഭയമല്ല അവിടുത്തെ കാര്യം.
ആഗ്രഹം എന്നുള്ളത് അട്രാക്ഷൻ അല്ല, പിന്നെ എന്താ? 4-ാമത്തെ അധ്യായത്തിലേക്കൊന്ന് വരാം. അതേ വാക്ക് തന്നെ ഉപയോഗിച്ചേക്കുന്നത്. 4-ാമത്തെ അധ്യായം, അതിൻ്റെ 7-ാമത്തെ വാക്യം. 4-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം. നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്തില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, കഴിഞ്ഞില്ല. അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു. അടുത്തത്, നീയോ അതിനെ കീഴടക്കേണം. അപ്പൊ നമുക്കിനിയും ചോദിക്കാം, ഇവിടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്ക് പാപത്തിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. അപ്പൊ അവിടെ ഈ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? പാപത്തിന് നമ്മളെ കീഴടക്കാനുള്ള ഒരു ദൊര, അല്ലേ? ഞാൻ അത് തന്നെ അങ്ങ് ഉപയോഗിക്കുക, ഒരു ദൊര. അപ്പൊ അടുത്ത് പറയാ, അതിനെ നമ്മൾ കീഴടക്കണം. അപ്പൊ ഇനി നമുക്ക് തിരിച്ചു വരാം. അതേ വാക്ക് തന്നെയാണ് എബ്രായ പദം, അല്ല സാറേ, എബ്രായ പദത്തിൽ അതേ വാക്ക് തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. എവിടെ ഉപയോഗിച്ചിരിക്കുന്നത്? ഈ പറഞ്ഞതായ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ. അങ്ങനെയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, സ്ത്രീയുടെ ആഗ്രഹം എന്തായിരിക്കും? നേതൃത്വം ഞാൻ ഏറ്റെടുത്തോളാം. അതെ, അവിടുത്തെ ആഗ്രഹം ഒരു അട്രാക്ഷൻ അല്ല, പിന്നെന്താണ്? ഞാൻ എങ്ങനെയും എൻ്റെ ഇച്ഛായനെ ഞാൻ കീഴ്പ്പെടുത്തിക്കോളാം എന്ന ചിന്ത അവളിൽ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ നിന്നെ ഭരിക്കുമെന്ന് പുരുഷനും പറയും. ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനിപ്പിക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം അറിയാം, ശാപത്തിന്റെ ഭാഗമായിട്ട് വന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സ്ത്രീയെ സംബന്ധിച്ചോളം നേതൃത്വം സ്ത്രീ എടുക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ പുരുഷൻ അതിനെ എന്ത് ചെയ്യും? ബലപ്രയോഗം ഉപയോഗിച്ച് കീഴടക്കുന്ന അനുഭവവും വരും. ദൈവം വെച്ച അവസ്ഥ എന്താ? ദൈവം വെച്ച വ്യവസ്ഥ എന്താ? ദൈവം വെച്ച വ്യവസ്ഥ ഇങ്ങനെയാണ്. സ്നേഹത്തോടുകൂടെ പുരുഷൻ എന്ത് ചെയ്യണം? അവളെ പരിപാലിക്കുമ്പോൾ സ്ത്രീ അവളുടെ ബുദ്ധിപൂർവമായിട്ടുള്ള പ്രതികരണമായിട്ട് അവൾ എന്ത് ചെയ്യണം? അവൾ കീഴടങ്ങണം. അത് പരസ്പര വിരുദ്ധമായിട്ടല്ല, അന്യോന്യം പോരടിച്ചല്ല, മറിച്ച് അന്യോന്യം മനസ്സിലാക്കി. നമ്മൾ വ്യവസ്ഥ വായിക്കുന്നുണ്ട്, നിങ്ങൾ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. ആ അനുഭവം തന്നെ ആണ് ഇവിടെ വരുന്നത്. എന്ന് പറഞ്ഞാൽ അവിടെ പറഞ്ഞതിൻ്റെ ആശയം, സ്ത്രീക്കും പുരുഷനും ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നിന്ന് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയും. ഞാനിങ്ങനെ പറയാം, വീട്ടില് ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അഭിപ്രായം പറയാനായിട്ട് സ്ത്രീക്ക് യാതൊരു വിധമായ സാവകാശവും ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. അത് തെറ്റാണ്. അഭിപ്രായം പറയാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും അവർക്കുണ്ടാകണം. അപ്പോൾ തന്നെ ഞാൻ പറയുന്ന അഭിപ്രായത്തിൽ നിന്ന് ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് പോകരുതെന്ന് ചിന്തിക്കുന്ന സ്ത്രീകൾ അത് ദോഷത്തിന് മാത്രം പ്രവർത്തിക്കുന്നവരാ. എന്താ കാരണം എന്നറിയാമോ? യഥാർത്ഥത്തിൽ ഞാനൊരു അഭിപ്രായം പറഞ്ഞു കഴിയുമ്പോൾ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ കർത്താവിനോട് പറയും, കർത്താവേ, ഞാൻ എൻ്റെ ആശയം പറഞ്ഞു, എൻ്റെ ഭർത്താവാ നേതൃത്വം എടുക്കേണ്ടത്. നീ എൻ്റെ ഭർത്താവിനെയാ നേതൃത്വ സ്ഥാനം ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് അവസാനം ഒരു തീരുമാനം എടുക്കുമ്പോൾ നിനക്കിഷ്ടമുള്ള തീരുമാനമായിരിക്കാൻ സഹായിക്കണേ. അതായിരിക്കണം സഹോദരിമാരുടെ ഭാഗത്തുനിന്ന് വരേണ്ടത്. നീ ഒരു വാക്ക് പോലും പറയരുത്, ഞാൻ തീരുമാനിക്കും, നീ അങ്ങ് ചെയ്താൽ മതി. അങ്ങനെ പറയുന്ന ഭർത്താക്കന്മാര് ദൈവ വ്യവസ്ഥയ്ക്ക് വിരോധമാണ്. പക്ഷേ അഭിപ്രായം കേട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇനിയും ചിന്തിച്ച്, ചില സമയത്ത് നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ പൊട്ടത്തരമായിരിക്കും. അതെ, പ്രാർത്ഥനയോടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാത്ത ഒരു വീട്ടിൽ തീരുമാനങ്ങൾ ശക്തമായി വരും, പക്ഷേ അതിൻ്റെ കൂടെ ശക്തമായ പ്രതികരണവും ഉണ്ടാകും.
പക്ഷേ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് തീരുമാനങ്ങൾ എടുക്കുന്ന വീട്ടിൽ ശാന്തതയുണ്ടാകും, തീരുമാനങ്ങൾക്കും അതിൻ്റേതായ ഗൗരവവും ഉണ്ടാകും. അപ്പോൾ നമുക്കിങ്ങനെ ചോദിക്കാം, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്? ദൈവത്തിൻ്റെ കാര്യത്തിൽ പ്രവർത്തനത്തിന് മാത്രമേ മാറ്റമുള്ളൂ, അവരുടെ സത്തയിൽ യാതൊരുവിധമായ മാറ്റമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെയൊക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് ആ ഭാഗം ഒന്ന് പോവുക. ഞാൻ പറഞ്ഞല്ലോ, അവൻ ഭരിക്കും, ഡിക്റ്റേറ്ററൽ റൂള്. ഇത് പാപത്തിൻ്റെ വീഴ്ചയുടെ ഫലമായിട്ട് സംഭവിച്ച കാര്യമാണ്. എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല, സോ ഞാനത് വിടുക. ഓക്കെ, ആ വാക്കാണ് അവിടെ യഥാർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഹാർഷ് ഡൊമീനിയൻ. എന്തുകൊണ്ടാണ് സ്നേഹത്തിൽ നിന്ന് മാറിയിട്ട് കാഠിന്യതയിലേക്കാണ് വരുന്നത്? എന്താ കാരണം? ഞാൻ പറഞ്ഞു, സ്ത്രീയുടെ ആഗ്രഹം പുരുഷനോടാണ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അവളെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്താനായിട്ട് ശ്രമിക്കും, പക്ഷെ പുരുഷൻ എന്ത് ചെയ്യും? അടിച്ചമർത്തി ഭരിക്കും. ഇനി ഡൊമിനിയൻ എന്നൊരു വാക്ക് ആധിപത്യമായിട്ട് മാറി. പക്ഷേ വീണ്ടെടുപ്പും പുനഃസ്ഥാപനവും എന്ന് പറഞ്ഞാൽ, യേശു കർത്താവിൽ എന്നെയും നിങ്ങളെയും ദൈവം രക്ഷിച്ചപ്പോൾ, ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ഭാര്യയാകുന്നേക്കാൾ മുൻപ് ആ സഹോദരി ദൈവത്തിൻ്റെ പൈതലാണ്, ദൈവത്തിൻ്റെ അവകാശിയാണ്. അത് കഴിഞ്ഞിട്ടേ എൻ്റേതായിട്ടുള്ളൂ. അതുകൊണ്ട് ആ സഹോദരിയെ ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യം എന്ന് പറഞ്ഞാൽ, ആ സഹോദരിയെ ദൈവം എന്നോട് പറഞ്ഞ വ്യവസ്ഥയ്ക്കനുസരിച്ച് സ്നേഹിക്കുന്ന ഒരാളായെങ്കിൽ മാത്രമേ ആ സഹോദരിയിൽ നിന്നുള്ള പ്രതികരണവും അതുപോലെ ആകത്തുള്ളൂ. നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ കാണുന്നുവോ അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മളെയും കാണാൻ പോകുന്നത്. അതുകൊണ്ട് മ്യൂച്വൽ റെസ്പെക്റ്റ് ഇല്ലാതെ ഒരിക്കലും ഇത് സാധ്യമാകില്ല. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പാപത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു, പക്ഷേ വീണ്ടെടുപ്പിലൂടെ മാത്രം അത് പുനഃസ്ഥാപിക്കാൻ കഴിയും. ഇനി ദൈവത്തിന് മാതൃക എന്താ? ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ മാതൃകയാക്കി യഥാർത്ഥ രൂപകൽപ്പന നിലനിർത്താൻ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, അപ്പോൾ തന്നെ സഭ കർത്താവിനോട് കീഴ്പ്പെട്ടിരിക്കുന്ന പോലെ കീഴ്പ്പെട്ടിരിക്കണം. എന്തെങ്കിലും ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ തൽക്കാലം ഇതിവിടെ അവസാനിപ്പിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയും കാര്യങ്ങൾ കിടക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചു. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ചോളം, എൻ്റെ അടുത്തിരിക്കുന്ന ഒരാൾ, അവന് കഴിവുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, അവന് പ്രാപ്തിയുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, അവൻ എന്നെക്കാളും ബലവാനാണോ എന്ന് നോക്കിയിട്ടല്ല, അവൻ എന്നെക്കാളും താണവനാണോ ഉയർന്നവനാണോ എന്ന് നോക്കിയിട്ടല്ല, അവനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനായി കാണാൻ കഴിയുമ്പോൾ മാത്രമേ എൻ്റെ സഭാജീവിതം പോലും നന്നാകത്തുള്ളൂ. ശ്രേഷ്ഠൻ എന്നെണ്ണണം. ആ എണ്ണണമെങ്കിൽ ആദ്യം വേണ്ടത് നമ്മുടെ ആന്ത്രോപോളജി ഒന്ന് ശരിയാകണം, മനുഷ്യശാസ്ത്രം ഒന്ന് ശരിയാകണം. അത് ശരിയായില്ലെങ്കിൽ വേറെ ഒന്നും ശരിയാകില്ല. ഞാനതാ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ജീവിതം മാറണമെങ്കിൽ മനുഷ്യനെക്കുറിച്ചുള്ള ശരിയായ ബോധ്യം നമുക്ക് ഉണ്ടാകണം. എന്തായാലും എന്തെങ്കിലും ചോദ്യങ്ങൾ അവസാനിപ്പിക്കുന്നതിനേക്കാൾ മുൻപ്? എനി ക്വസ്റ്റ്യൻസ്? പറഞ്ഞോ വെച്ചാ 26. അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ എന്താ ചോദിക്കാൻ വന്നതെന്ന് പറഞ്ഞു. ബഹുവചനം വരുന്നു. അതെ, നാം എന്നുദ്ദേശിച്ചാണോ? നാം എന്നുദ്ദേശിച്ചത് നമ്മുടെ ദൈവം ആരാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം ആരാണ്? ത്രിയേക ദൈവമാണ്, അല്ലേ? അവിടെ ബഹുത്വം അതുകൊണ്ടാണ്, ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇനിയും ബഹുത്വത്തിന് പല അർത്ഥങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്, പക്ഷേ
നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് ദൈവം അവിടെ ബഹുത്വം നൽകിയതിൻ്റെ കാരണം കർത്താവ് ആരാണ് എന്ന അടിസ്ഥാനത്തിലാണ്. നമുക്കൊരിക്കലും തൃത്വത്തെ പഴയ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. പുതിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഴയ നിയമത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, ദൈവം പറഞ്ഞ ആശയങ്ങളെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഭാഗത്തും കർത്താവ് പറയുന്നതായ കാര്യം ഏകനായിട്ടല്ല കർത്താവ് ചെയ്യുന്നത്, പറഞ്ഞാൽ ഒറ്റ വ്യക്തിയായിട്ടല്ല കർത്താവ് ചെയ്യുന്നത്, ഏക ദൈവമാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതെ, പക്ഷെ വ്യക്തമാകുന്നത് പുതിയ നിയമത്തിലാണ്. പഴയ നിയമത്തിൽ അതിനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. പുതിയ നിയമത്തിൽ അതിന് തെളിവുള്ളൂ. കേട്ടാ, വേറെ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചോ? ആ 900 130 വയസ്സുള്ളപ്പോൾ നമുക്ക് നിർബന്ധമില്ലല്ലോ. അല്ല, അവൻ്റെ ആയുഷ്കാലത്തിൽ 130 വയസ്സായപ്പോഴാണ് അവന് ആദ്യത്തെ കുഞ്ഞുണ്ടായത് എന്നേ പറയുന്നുള്ളൂ. നമ്മൾ പഴയ ആ ഒരു വംശപാരമ്പര്യം പഠിക്കുമ്പോൾ അവരുടെ ആയുസ് മുഴുവനും ദീർഘമായിരുന്നു, അല്ലേ? ദീർഘമായ ആയുസ്സായിരുന്നു. എല്ലാവരും ഏറ്റവും ചുരുങ്ങിയത്, നമ്മൾ ഏറ്റവും കുറഞ്ഞ് കാണുന്നത് പോലും ഏകദേശം 900-ന് ചേർന്നാണ് വരുന്നത്, അല്ലേ? ഒന്നാമത്തെ വയസ്സ് ആദാമിനെ സൃഷ്ടിച്ചപ്പോഴാണ് അപ്പോഴാണ് തുടങ്ങുന്നത്. ആദാമിനെ സൃഷ്ടിച്ച അന്നാണ് ആദാമിൻ്റെ ഒന്നാമത്തെ വയസ്സ് ആരംഭിക്കുന്നത്. ഒന്നാമത്തെ വയസ്സ് അപ്പോഴല്ല ആരംഭിക്കുന്നത്, ഒന്നാമത്തെ ദിവസം ആരംഭിക്കുന്നത്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ 1 വയസ്സായി പുരുഷനായിട്ട്. അതെ, പുരുഷനായിട്ട്. അവിടെ എല്ലാവർക്കും കുഞ്ഞുങ്ങളുണ്ടാകുന്നത് 100 വയസ്സിന് ശേഷമായിട്ടാണ്, അല്ലേ? ഏകദേശം 100 വയസ്സ് കഴിയുമ്പോഴാണ് കുഞ്ഞുങ്ങളുണ്ടാകുന്നത്. അവിടെ ആക്കി. ഭൂമിയിൽ നിറയാൻ പറഞ്ഞിട്ടുണ്ട്. അത് ദൈവം കൊടുത്ത കൽപ്പനയാണ്, അല്ലേ? അത് ദൈവം കൊടുത്ത കൽപ്പനയാണ്. അവൻ സന്താന പുഷ്ടിയുള്ളവനായി തീരുന്നത് അതിൻ്റെ 4-ാമത്തെ അധ്യായത്തിലാണ്. ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. പാപത്തിൻ്റെ ഭാഗമായിട്ടല്ല സന്താനപുഷ്ടി ഉണ്ടാകുന്നത്. അതിനു മുൻപ് അവർക്ക് സന്താനപുഷ്ടിയുള്ളവരായി തീരാനുള്ള അവകാശമില്ലേ? ഉണ്ട്, അതിനു മുൻപും ഉണ്ട്. ഒരിക്കലും സെക്സ് ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് സിൻ. പാപത്തിൻ്റെ ഭാഗമല്ല സെക്സ് എന്നുള്ളത്. ദൈവം അതിനു മുൻപ് തന്നെ വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. അവർക്ക് സന്താന പുഷ്ടികൾ ഉണ്ടാകുക എന്നുള്ളത് അതിനു മുമ്പ് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. തോട്ടം കാപ്പന് ശരിക്കും പറഞ്ഞ മലയാളത്തിലാണ് ആ പ്രശ്നം വരുന്നത്. ഇംഗ്ലീഷിൽ അത് വളരെ കൃത്യമാണ്. ടെൻറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ടെൻറ്റ് ആൻഡ് കീപ്പ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതിനെ സൂക്ഷിക്കാനും അതിൽ പ്രവർത്തിക്കാനും, അതിനെ സൂക്ഷിക്കാനും പ്രവർത്തിക്കാനുമാണ്. മലയാളത്തിലേക്ക് വരുമ്പോഴേ നമുക്ക് ആ പ്രശ്നം വരുന്നത്, കാപ്പാൻ എന്നുള്ളൊരു കാര്യം വരുന്നത്. ഓക്കെ ആണോ ബിജോച്ചാ? പറഞ്ഞു. അതെ, മാറ്റമില്ല. 365 ഡേയ്സ് ഉള്ള നമ്മളാണ് 365 പറയുന്നത്, അവർക്ക് 360 ആണ്. നമ്മൾ പറയുന്നത് അത് സോളാർ ആണ്. സെയിമാണ്. അവർ പറയുന്നത് ലൂനാർ
കലണ്ടർ വെച്ചാണ്, നമ്മൾ പറയുന്നത് സോളാർ കലണ്ടർ വെച്ചാണ്. അത്ര മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഈ പറയുന്ന 24 മണിക്കൂർ തന്നെയാണ് അതിനകത്ത്. ആ ആ അതെ. പക്ഷേ ഏദൻ തോട്ടത്തിൽ വെച്ച് അവന് സന്താനങ്ങൾ ഉണ്ടായില്ല. അവനപ്പോൾ പറ്റുമായിരുന്നു, അപ്പോഴും പറ്റുമായിരുന്നു. അതിന് ഈ സമയത്തിന് മുൻപ് തോക്കെ കയറി വെടിവെച്ചെന്ന് പറയത്തില്ലേ, അതാണ് പറ്റിപ്പോയത് അവന്. എന്നുവെച്ചാ ഓവർ സ്മാർട്ട് ആയാൻ പോയി, അതാ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുകയാണ്. എനിക്കറിയാം ചില സമയത്ത് ഞാൻ പറയുന്ന ആശയങ്ങളൊക്കെ മുകളിൽ പോയോ എന്നെനിക്കറിയില്ല. ചില സമയത്ത് അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇതൊരു തിയോളജി എന്ന രീതിയിലാണ് പോയത്. അതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ട് കാണാൻ സാധ്യതയുണ്ട് എന്നെനിക്കറിയാം. എന്നാൽ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രിയാങ്കളോട് പറഞ്ഞാൽ മതി. ഞാൻ ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ക്ലാരിഫൈ ചെയ്യാം. അല്ലാത്തത് പ്രിയാങ്കളോട് എന്നെ ചോദിച്ച് ഉത്തരം കണ്ടുപിടിച്ചോളുക. കാരണം നേരത്തെ പറഞ്ഞു, ഞാൻ എല്ലാത്തിനും ഉത്തരം എനിക്കറിയാമെന്നൊന്നും ഞാൻ പറയത്തില്ല. എനിക്കറിയില്ല പല കാര്യങ്ങളും. ഞാൻ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, അറിയുന്നതിനേക്കാളും അറിയാത്തതാണ് കൂടുതൽ. അതുകൊണ്ട് എല്ലാം അറിയാമെന്നുള്ളൊരു ചിന്തയൊന്നും എനിക്കില്ല. എനിക്കാകെയുള്ള ഒരു കാര്യം, എനിക്കറിയാവുന്നത് എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ് ശരിയായ ഒരു അറിവ് എനിക്കുള്ളത്. അതുകൊണ്ട് എനിക്കെല്ലാത്തിനും ഉത്തരം അറിയില്ല. പക്ഷേ നമുക്ക് ഉത്തരം തരാൻ കഴിയുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്, നമുക്ക് ഉത്തരം കൃത്യമാക്കി തരാനായിട്ട്. അതുകൊണ്ട് ആ കർത്താവിനെ അധികമായിട്ട് ആശ്രയിക്കാൻ നമുക്കിടയാകട്ടെ. എനിക്ക് എന്നെ ഇങ്ങനെ വിളിക്കുകയും ക്ലാസ് ഇങ്ങനെ അറേഞ്ച് ചെയ്യുകയും ചെയ്തതായ ഈ സഭയോട് പ്രത്യേകം ഞാൻ നന്ദി അറിയിക്കുകയാണ്. തുടർന്നും ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ പ്രാർത്ഥനയിൽ ഓർക്കുക. നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുമ്പോഴൊക്കെ ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കണം. പ്രത്യേകിച്ച് വാക്കുകൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ ദൈവം കൃപ തരേണ്ടതിന് പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ അത് വളരെയധികം ആവശ്യമാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ BBI ഓർത്ത് പ്രാർത്ഥിക്കുക. ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ 47 കുഞ്ഞുങ്ങളാണ് ദൈവവചനം പഠിക്കാനായിട്ട് നമുക്കുള്ളത്. അവർ വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ളവരാണ്. കേരളത്തിൽ നിന്നുള്ളവർ വളരെ ചുരുക്കമാണ്, കൂടുതലും വെളിയിൽ നിന്നുള്ളവരാണ്. അവരെ ഓർത്തും പ്രാർത്ഥിക്കുക. കാരണം നമുക്ക് ചെയ്യാൻ പറ്റാത്ത പലതും അവരിലൂടെ കർത്താവ് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് അവരെ ഓർത്തും പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടിയും എന്നെ ഇങ്ങനെ വിളിക്കുകയും ക്ലാസ് അറേഞ്ച് ചെയ്യുകയും ചെയ്ത സഭയോട് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിവിധ രീതിയിൽ നിങ്ങളുടെയൊക്കെ ഹോസ്പിറ്റാലിറ്റി അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞു. പ്രത്യേകിച്ച് പ്രിയ ബീച്ചാൻ്റെ കുടുംബത്തോടും അതുപോലെ തന്നെ പ്രിയ ജോർജാൻ്റെ കുടുംബത്തോടും പ്രിയ ബിജോച്ചാൻ്റെ കുടുംബത്തോടും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ കാണിച്ചതായ ഈ ഹോസ്പിറ്റാലിറ്റി അത് മറ്റുള്ളവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ സഭയെ ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാ വിധത്തിലും. പ്രിയ ജിജോബ്ര, ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ പ്രിയ ജിജോബ്രയിൽ നിന്നാണ് നിങ്ങളെക്കുറിച്ച് എനിക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞ ആദ്യമായിട്ട്. പ്രിയ സഹോദരൻ നിങ്ങളെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പഠിക്കാനുള്ളതായ താല്പര്യം കാണിക്കുന്ന ഒരു സഭയാണെന്നുള്ള കാര്യം പല പ്രാവശ്യം എന്നോട് പ്രിയ സഹോദരൻ പറഞ്ഞിട്ടുണ്ട്. ആ സഹോദരനെ ഓർത്തും പ്രത്യേകം ഞാൻ നന്ദി പറയുകയാണ്. കാരണം പ്രിയ സഹോദരൻ ഇപ്പോൾ കർത്താവിനെ അവിടെ സേവിക്കുമ്പോഴും തന്നെ കർത്താവ് അവിടെ ഉപയോഗിക്കുന്നു എന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കർത്താവ് തന്നെ അങ്ങനെ ഉപയോഗിക്കുന്നു. ആ സഹോദരനെ ഓർത്തും തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഇടയാകട്ടെ. ഒരു പ്രാവശ്യം കൂടി നന്ദി അറിയിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. വേറെ ചോദ്യങ്ങളൊന്നുമില്ല എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്